ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ പുതിയ ചില മെസ്സേജുകൾ ലോകത്തേക്ക് അറിയിച്ചപ്പോൾ പലരും വിളിച്ചിട്ട് പറഞ്ഞു യേശു നാമ സഭക്കാര് യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെട്ടിരിക്കുന്നു, പക്ഷെ അവർ പഠിപ്പിക്കുന്നതെല്ലാം ശരി എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. അപ്പോൾ അവരോട് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, പാസ്റ്റർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് സഭയ്ക്ക് വേണ്ടിയിട്ടും അങ്ങനെ ചില കാര്യങ്ങൾ സംസാരിക്കാമോ എന്ന് ചോദിച്ചു. അത് സംസാരിച്ച ശേഷം ധാരാളം പേര് വിളിച്ചുകൊണ്ടിരിക്കുന്നു. സ്നാനം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പല ഭാഗത്തു നിന്നാണ്, വളരെ ദൂരെ നിന്നൊക്കെയാണ്, വയനാട് നിന്നും ഇടുക്കിയിൽ നിന്നും എറണാകുളത്തു നിന്നൊക്കെയാണ്. എങ്കിലും അവരവിടെ ഒരു സ്ഥലം ഒരുക്കാം, അവിടെ പോകണം, വചനം പ്രസംഗിക്കണമെന്ന് പറഞ്ഞു, വചനം പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കായിട്ടും നമുക്കായിട്ടും എടുക്കുകയാണ് സഭകൾ പഠിപ്പിക്കുന്ന തെറ്റായ കാര്യങ്ങൾ. ആ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അനേക സഭകൾ പറയുന്നത് ക്രിസ്തുവിന്റെ മണവാട്ടി പീഡാകാലത്തിലൂടെ കടന്നു പോകും എന്നാണ്. ചിലർ കാരണം വിശുദ്ധീകരിച്ച് വേണം ജനത്തെ എടുക്കുവാൻ എന്ന് പഠിപ്പിക്കുന്നു. അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട്. നമ്മൾ സംസാരിക്കാൻ വന്നു, വചനം അങ്ങനെയാണെന്ന് പറഞ്ഞു വന്നവരുണ്ട്. അപ്പൊ എന്തായാലും ശരിയായത് എന്താ? ബൈബിൾ പറയുന്നു സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നു, ദൈവം മാത്രം സത്യവാൻ. ആമേൻ. അതുകൊണ്ട് നമ്മൾ ബൈബിളിൽ ഒരു തത്വമുണ്ട്, അതാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. ഒരു ക്രിസ്തു വിശ്വാസി ആദ്യമായി അറിയേണ്ടതാണ് സഭാപ്രസംഗി 1:9. ഒരു നിമിഷം ലൈവിന് ഈ വചനങ്ങൾ കൂടെ കൊടുക്കാം. ലൈവ് കാണുന്നവർക്ക് വചനം കാണാൻ ഞങ്ങൾ കാര്യം ബൈബിൾ പറയുന്നത് ബെരോബയിലുള്ളവർ വചനം അങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിച്ചു എന്നാണ്. നമ്മൾ പറയുന്ന വചനങ്ങൾ വിരുദ്ധമാണ് എന്ന് പറയുന്നവരുണ്ട്, വചനം കാണിച്ചു കൊടുത്തിട്ടും. അതുകൊണ്ട് വചനം അങ്ങനെ തന്നെയാണെന്ന് പരിശോധിക്കുക. ബൈബിളിന്റെ ഒരു അടിസ്ഥാനം പുതിയ നിയമസഭാ വിശ്വാസി എന്നല്ല എന്ന് തന്നെ പറയാം. കാരണം സഭാപ്രസംഗം എഴുതിയ ശേഷം നമുക്ക് പുതിയ നിയമസഭ തുടങ്ങിയപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു. കാരണം മുൻപ് എന്ത് സംഭവിച്ചുവോ അത് തന്നെ അടുത്ത കാലത്തും സംഭവിക്കുകയുള്ളൂ. പുതിയതായി ഒന്നും സംഭവിക്കില്ല. കാരണം ദൈവം ഓരോ കാലത്തും ഓരോ മനുഷ്യരെ ഉപയോഗിച്ചുകൊണ്ട് ആ ജനം ജീവിക്കുന്ന കാലത്ത് അവരോട് വചനം സംസാരിക്കുന്നതിന് വേണ്ടി അവരുടെ ഇടയിൽ നിന്ന് തന്നെ ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കും. ആ വ്യക്തി ഒരു തരത്തിലും ക്വാളിറ്റി ഉള്ള വ്യക്തി ആയിരിക്കില്ല. ലോകപ്രകാരം, ജ്ഞാനം, ബുദ്ധി പ്രകാരം നോക്കിയാൽ ഒരു തരത്തിലും ക്വാളിറ്റി ഉണ്ടാവില്ല. നോഹയെ തെരഞ്ഞെടുത്തു. നോഹ ആട്ടിടയനോ കൃഷിക്കാരനോ ആണ്. മോശയെ തെരഞ്ഞെടുത്തു. അപ്പൊ മോശ തെരഞ്ഞെടുത്തു, അവൻ യോഗ്യനാണ്, അവന്റെ അമ്മ പറഞ്ഞു കൊടുത്ത പ്രകാരം അവൻ യോഗ്യനാണ് എന്ന് ചിന്തിച്ചു, അവൻ പ്രവർത്തിച്ചു. പിന്നെ ദൈവത്തിന് അവനെ ഉപയോഗിക്കാൻ കഴിയില്ല. 40 വർഷം കാട്ടിൽ പറഞ്ഞു വിട്ടു. താൻ എന്ന വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അവന് ഉത്തമമായ ബോധ്യം വരുത്തിയ ശേഷം ഒരു വടിയുമായി പറഞ്ഞു വിട്ടു. ഇനി അവനല്ല ചെയ്യുന്നത്, കർത്താവാണ് അവനിലൂടെ ചെയ്യുന്നതെന്ന് അവന് ബോധ്യമായപ്പോൾ അവൻ സൈലന്റ് ആയി. അപ്പോൾ മാത്രമേ കർത്താവിന് അവനിലൂടെ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അത് ഇന്നും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ വ്യക്തിയെ ലോകത്താരും അംഗീകരിക്കില്ല. ഓരോ കാലത്തും പരിശോധിച്ച് നോക്കിയാൽ ആരും അംഗീകരിക്കില്ല. അങ്ങനെയാണെങ്കിൽ യേശു പറഞ്ഞു ഈ കാലം നോഹയുടെ കാലം പോലെ. അപ്പൊ ഈ കാലത്ത് നോഹയുടെ കാലം പോലെ എന്ന് പറയുമ്പോൾ അത് ഉദാഹരണം പുതിയതായിട്ടൊരു ബ്രദർ വന്നിരിക്കുന്നത് കൊണ്ട് പറയണം, പുതിയതായിട്ടുള്ള ആൾക്കാരെല്ലാം കേൾക്കുന്നുണ്ട്. നോഹയുടെ കാലം പോലെ എന്ന് പറഞ്ഞാൽ നോഹ പോയി അറിയിക്കുന്നത് ജലപ്രളയം വരാൻ പോകുന്നു, അതിൽ മുങ്ങി നശിച്ചു പോകാതിരിക്കാൻ എല്ലാവരും രക്ഷ പ്രാപിക്കാൻ കർത്താവ് ഒരു പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു, അതിൽ വന്ന് പ്രവേശിക്കാം. പെട്ടകം അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് അരാഫത്ത് പർവ്വതത്തിന്റെ മുകളിൽ, വലിയൊരു പർവ്വതത്തിന്റെ മുകളിലാണ്. അപ്പൊ അന്ന് വരെ ഉണ്ടായിരുന്ന ലോകത്തിന്റെ വ്യവസ്ഥിതിക്ക് നേരെ വിപരീതമാണ്. ഇത് നമ്മൾ ആദ്യം അറിയണം. അതവിടെ പറഞ്ഞു ഇത് നോക്കുക, സഭാപ്രസംഗി 1:9. ഉണ്ടായിരുന്നത് ഉണ്ടാകുവാനുള്ളതും ചെയ്തു കഴിഞ്ഞത് ചെയ്യുവാനുള്ളതും ആകുന്നു. സൂര്യന് കീഴിൽ പുതിയതായി യാതൊന്നുമില്ല. ഇത് പുതിയത് എന്ന് പറയുവാൻ തക്കവണ്ണം വല്ലതുമുണ്ടോ? നമുക്ക് മുമ്പേ പണ്ടത്തെ കാലത്ത് തന്നെ അത് ഉണ്ടായിരിക്കുന്നു. പുരാതന ജനത്തെ കുറിച്ച് ഓർമ്മയില്ലല്ലോ. ഇതെന്താന്ന് പറയുക 11. നമ്മളെ കുറിച്ചാണ് പറയുന്നത്. കഴിഞ്ഞു പോയ കാലത്ത് ദൈവം ഓരോ വ്യക്തികളെ ഉപയോഗിച്ച് അവരുടെ മുമ്പിൽ വചനം പറഞ്ഞപ്പോൾ അനുസരിച്ചവർ വളരെ ചുരുക്കം. അവരൊന്നും ദൈവം ഇത് പറയാൻ ഉപയോഗിച്ച വ്യക്തിയും ആ കാലത്തിന്റെ ദൈവിക വെളിപ്പാട് കേട്ട് വിശ്വസിക്കുന്ന വ്യക്തിയും ഒരു യോഗ്യത ഉണ്ടാവില്ല ലോകപ്രകാരം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ന് നോഹയുടെ കാലം, മോശയുടെ കാലം, പ്രവാചകന്മാരുടെ കാലം, രാജാക്കന്മാരുടെ കാലം, യേശുവിന്റെ കാലം, ഇത്രയും എഴുതി പൂർത്തിയാക്കി ഒരു ബൈബിളായി നമുക്ക് തന്നിരിക്കുന്നു. മത്തായിക്ക് മുമ്പുള്ള കാര്യം ഞാൻ ഇവിടെ പറയുന്നത്.
ഇങ്ങനെ പ്രമാണിച്ചനുസരിക്കാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ബൈബിളിനോടൊപ്പം അത് ചേർത്ത് വെച്ചത് മുൻകാലങ്ങളിൽ എന്താണ് എങ്ങനെയാണെന്ന് നമ്മൾ പരിശോധിച്ചിട്ട് ആ തെറ്റിപ്പോയ 99% ജനങ്ങളെ പോലെ ആകാനല്ല, അനുസരിച്ച 1% ജനം എന്താണോ അവർക്കുണ്ടായിരുന്ന കഷ്ടതയും പ്രയാസവും ത്യാഗവും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വചനത്തോടൊപ്പം നിന്നാൽ കർത്താവ് അവനെ മുകളിലേക്ക് കൊണ്ടുപോകും. ഇല്ല എങ്കിൽ കൊണ്ടുപോവുകയില്ല. നോക്കൂ, പുരാതന കാലത്തെ കുറിച്ച് ഓർമ്മയില്ലല്ലോ ആർക്ക്? നമുക്കാണ്. ഇതെല്ലാം എഴുതി നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നു, ഇതെല്ലാം വായിക്കുന്നു. എന്നിട്ടും ഇന്ന് ലോകത്ത് വിവിധമായ സഭകളായിട്ട് അവർക്കത് കാണാൻ കഴിയുന്നില്ല. അതവിടെ പറയുന്നത് പുരാതന ജനത്തെക്കുറിച്ച് ഓർമ്മയില്ലല്ലോ. വരുവാനുള്ളവരെ കുറിച്ച് പിന്നത്തേതിൽ വരുവാനുള്ളവർക്കും ഓർമ്മയുണ്ടാവുകയില്ല. അതായത് ഇനി ഒരു ന്യായവിധി നാളില് അല്ലെങ്കിൽ കർത്താവിന്റെ വരവിൽ തള്ളപ്പെട്ടു പോകുന്നവർ ഏറിയ ഭാഗവും ഈ കാലം നോഹയുടെ കാലം പോലെ എന്ന് പറഞ്ഞാൽ, നോഹയുടെ കാലത്ത് ഇന്ന് സഭകൾ എന്താണോ പഠിപ്പിക്കുന്നത് അതിന് നേരെ ആയിരിക്കും ദൈവവചന സത്യം. കുറച്ചുകൂടി പറഞ്ഞാൽ വെളിപ്പാട് എപ്പോഴും ലോക സഭകൾ പറയുന്നതിനേക്കാളും ലോകത്ത് പ്രചരിക്കുന്ന രീതിയേക്കാൾ വ്യത്യസ്തമായിരിക്കും. നോഹയുടെ കാലത്ത് അങ്ങനെയായിരുന്നു. ആ കാലത്ത് ജലസേചനത്തിനായി ജലം ഉപയോഗിച്ചിരുന്നത് ഭൂമിക്കടിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങി മുകളിലേക്ക് ജലം വരുമായിരുന്നു. ഭൂമിക്കടിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങി മുകളിലേക്ക് വന്ന് ജലം അത്യാവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. ഒരു ചെറിയ കുന്നു പോലും നിറയുന്ന തരത്തിൽ മഞ്ഞ് പൊങ്ങിയിരുന്നില്ല. മാത്രവുമല്ല, പർവ്വതങ്ങൾക്ക് മുകളിൽ ഇന്ന് കാണുന്നത് പോലെ മഞ്ഞ് അടിഞ്ഞു കൂടിയിരുന്നില്ല. അതൊരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇന്ന് എല്ലാ പർവ്വത ശിഖരങ്ങളിലുള്ള മഞ്ഞ് ഉരുകിപ്പോകുന്നു. യേശു പറഞ്ഞു, കർത്താവ് വരുമ്പോൾ ഈ ലോകം നോഹയുടെ കാലം പോലെ ആകുമെങ്കിൽ ഈ മഞ്ഞ് ഉരുകി തീരേണ്ടതുണ്ട്. കാര്യം നോഹയുടെ കാലത്ത് ഭൂമിക്കടിയിൽ നിന്ന് മഞ്ഞ്, പർവ്വതങ്ങളിലുള്ള മഞ്ഞ് ഉരുകി വന്നിട്ട് അല്ല, ഉൽപ്പത്തിക്ക് നോക്കുക, അവിടെ ജലം പുറപ്പെട്ട് ഭൂമിക്കടിയിൽ നിന്ന് ഊറ്റു വന്നത്. ഇന്ന് മഞ്ഞ് അലിഞ്ഞു വന്നിട്ടല്ല ജലസേചനം. അപ്പൊ നോഹയുടെ കാലം പോലെ ആകുമെന്ന് പറഞ്ഞാൽ ആ മഞ്ഞ് ഉരുകുകയും വേണം. പിന്നെയോ, ഈ സഭകൾ മുഴുവൻ പഠിപ്പിച്ചിരിക്കുന്ന രീതിക്ക് നേരെ തിരിച്ചായിരിക്കും ദൈവിക വെളിപ്പാട്. അപ്പം നോഹ പറഞ്ഞത് മുകളിൽ നിന്ന് താഴേക്ക് ജലം വരാൻ പോകുന്ന കാര്യം. അന്ന് വരെ ജലം ഭൂമിക്ക് അടിയിൽ നിന്ന് മുകളിലേക്കാണ് വന്നത്. മാത്രവുമല്ല, ഒരു ബോട്ട് ഉണ്ടാക്കി വെച്ചത് ഏറ്റവും മുകളിലായിരുന്നു. പിന്നെയോ, ബോട്ട് ഉണ്ടാക്കിയിരുന്നത് ജലം വന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണെങ്കിൽ ജലം വരുമ്പോൾ ഉയർന്നു നിൽക്കുന്ന തടി ആയിരിക്കണം രക്ഷയ്ക്കായി ഒരുക്കേണ്ടത്. പക്ഷെ ജലത്തെ ആഗിരണം ചെയ്ത് താഴ്ന്നു പോകുന്ന തടിയിലാണ് പെട്ടകം ഉണ്ടാക്കി വെച്ചത്. പക്ഷെ മറ്റൊരു മരത്തെ ഇടിച്ചു പിഴിഞ്ഞ് അതിന്റെ ചാറ് അതിന്റെ പുറത്ത് തേച്ചിരുന്നു. അതാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം. പിന്നെ നമുക്ക് ലോകവുമായി ബന്ധമില്ല. ലോകത്തിൽ പഠിപ്പിക്കുന്ന വെളിപ്പാടുമായിട്ടല്ല, ദൈവത്തിന്റെ വെളിപ്പാടുമായിട്ടാണ് നമുക്ക് ബന്ധം. അതിൽ ആശ്രയിച്ചാൽ മാത്രമേ അത് നമ്മെ സംരക്ഷിക്കുള്ളൂ. അതിനുശേഷം ജലം വന്നപ്പോൾ നോഹയും കുടുംബത്തെയും രക്ഷിച്ച അതേ ജലം തന്നെ അവരെ മുക്കിക്കൊന്നു. അതായത് ലോകത്തെ സംഘടനാ സഭകൾ പറയുന്ന ഇതേ യേശു ക്രിസ്തു തന്നെ അവരെ ന്യായം വിധിക്കും. കാര്യം വചനം തെറ്റായി പഠിപ്പിച്ചിരിക്കുന്നു. അപ്പൊ പുരാതന ജനത്തെക്കുറിച്ച് ബൈബിളിൽ എഴുതിയിരിക്കുന്നതൊന്നും അവർക്കൊന്നും വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല. എബ്രായ ലേഖനം 3-4 ഒക്കെ വായിച്ചു നോക്കുക. അവർ ഒരു സദ്വർത്തനം കേട്ടതുപോലെ നാമും കേട്ടിരിക്കുന്നു. അവർ മരുഭൂമിയിൽ മത്സരഗ്രഹമായതുപോലെ നാം ആകരുത്. ക്രുദ്ധിച്ചവരല്ലോ വഴിയിൽ തള്ളിയിട്ടത് എല്ലാം പറഞ്ഞിരിക്കുക. എന്നാൽ ഇന്ന് അവർ അപ്പോസ്തലനെ നോക്കിയിട്ട് കുറിപ്പിക്കുകയാണ്. മുഴുവൻ സഭകളും അപ്പോസ്തലൻ പറഞ്ഞ സ്ഥാനം വേണ്ട, യേശു പറഞ്ഞത് മതി എന്ന് പറയുമ്പോൾ അപ്പോസ്തലൻ നോക്കി അവർ ക്രുദ്ധിക്കുക തന്നെയാണ്. വഴിയിൽ വീണുപോയവർ തന്നെയാണ്. അതുകൊണ്ടാണ് പുരാതന ജനത്തെക്കുറിച്ച് ഓർമ്മയില്ല. വരുവാനുള്ളവരെ കുറിച്ച്, അതായത് ഇനിയും വചനം കേട്ട് അനുസരിച്ചില്ലെങ്കിൽ അവർക്കുണ്ടാകാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചും പിന്നത്തേതിൽ വരുവാനുള്ളവർക്കും ഓർമ്മയുണ്ടാവുകയില്ല. അതുകൊണ്ടാണ് പ്രവാചകനിലൂടെ കർത്താവ് ഒരു കാര്യം പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞു വരുമ്പോൾ നമ്മൾ എന്ത് പറയും? കർത്താവേ, യേശുവിനെ തള്ളിയ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലായി യഹോവയായ ദൈവം തന്നെ മക്കൾ ജഡരക്തങ്ങളോട് കൂടി ആയതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടി വന്നു. പിന്നെ സ്വന്തമായവനാണ് സ്വന്തമായവരിലേക്ക് വന്നത്. ആവർത്തന പുസ്തകം 7:6 പറയുന്നു, ഇസ്രായേലെ കേൾക്കാൻ, ഞാൻ നിന്നെ എന്റെ സ്വന്തം ജനമായി തെരഞ്ഞെടുത്തിരിക്കുന്നു യഹോവ. ആ തെരഞ്ഞെടുത്ത സ്വന്തമായവരിലേക്ക് വന്നു, സ്വന്തമായവർ തള്ളിക്കളഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള അനേകം വചനപ്രകാരം യഹോവ തന്നെ വന്ന് രക്ഷിക്കും. അപ്പൊ നമുക്ക് ഈ വചനം അറിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത് യേശു എന്ന് പറഞ്ഞ് ശരീരത്തിൽ ഇവിടെ വന്നത് പഴയ നിയമത്തിലെ ആത്മാവായ ദൈവം മന്ദിരത്തിൽ ശരീരധാരിയായാണ് വന്നത്. ഈ സത്യം മനസ്സിലാക്കുന്ന ജനം ഇനി അടുത്ത് മനസ്സിലാക്കേണ്ടതാണ്, യേശുവിന്റെ കാലത്ത് യേശു വന്നപ്പോൾ യേശുവിനെ അവർ മനസ്സിലാക്കാൻ കഴിയാതെ തള്ളി ഉപദ്രവിച്ചു കൊന്നു. അപ്പൊ നമ്മളെന്ത് പറയും? ഇതാണ് മർമ്മം. യേശുവേ, ഞാൻ അങ്ങയുടെ കാലത്താണ് ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായും യേശുവിനെ വിശ്വസിക്കുമായിരുന്നു.
ശരീരത്തിൽ വന്നാലും അല്ലെങ്കിൽ പാപിയോട് സഹവർത്തിച്ചാലും എന്ത് തന്നെ ആയിരുന്നാലും ഞാൻ അങ്ങേ വിശ്വസിക്കുമായിരുന്നു. നമ്മൾ ഇന്ന് പറയും, പക്ഷെ വിശ്വസിക്കില്ല. ആ കാലത്തുള്ള വചനം അവർക്ക് നൽകിയത് അവരുടെ മുമ്പിൽ തിരുവെഴുത്തുകൾ ഉണ്ടായിരുന്നു. അതാണ് യേശു എടുത്ത് വായിച്ചത്. തിരുവെഴുത്തുകൾ നിവർത്തി കൊടുത്തു, വായിച്ചിട്ട് മടക്കി കൊടുത്തു. ഇന്ന് ഈ എന്റെ ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു, ഇനി എന്റെ പിന്നാലെ വരാൻ അവരാരും വന്നില്ല. അപ്പൊ ഇന്ന് യേശുവിനെ കുറിച്ച് എനിക്ക് അറിയാവുന്നത് കൊണ്ട്, യേശു ജീവിച്ചിരുന്ന കാലത്താണ് ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ യേശുവിനെ വ്യക്തമായി ഞാൻ മനസ്സിലാക്കും, യേശുവിനെ തന്നെ ഫോളോ ചെയ്യും, അങ്ങനെ തന്നെ മരിക്കേണ്ടി വന്നാലും ഞാൻ കർത്താവിനോടുകൂടെ പോകും എന്ന് ഇന്ന് പറയും. എന്തുകൊണ്ട്? നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഇന്ന് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. അതാണ് മുമ്പേ പണ്ടത്തെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇതെല്ലാം എഴുതി ബൈബിളാക്കി നമുക്ക് റെഡിയാക്കി തന്നു. ഇനി ഈ കാലത്തുള്ളവരാണ് പറയുന്നത്, യേശുവിന്റെ കാലത്തായിരുന്നെങ്കിൽ ഞാൻ അത് വിശ്വസിക്കുമായിരുന്നു. ഇനി ഈ കാലത്തുള്ളവർ ഒരു കാര്യം കൂടെ പറയും, വരാൻ പോകുന്ന ന്യായവിധി ഒരുക്കിക്കൊള്ളുക, വിശുദ്ധിയോടെ ജീവിച്ചുകൊള്ളുക, ന്യായവിധി വരാൻ പോകുന്നു. അപ്പൊ കഴിഞ്ഞ കാര്യങ്ങളും ഞാൻ അംഗീകരിക്കും, അന്ന് അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കുമായിരുന്നു. വരാൻ പോകുന്ന ന്യായവിധിയിൽ അതിന് പെടരുത്, ഒരുങ്ങിക്കൊള്ളു. പക്ഷെ അവിടുത്തെ ന്യായവിധിയിൽ പെടാതെ ഒരുങ്ങുവാൻ വേണ്ടി ഈ കാലത്ത് അവന്റെ മുമ്പിൽ ഒരു വചനം എഴുതി കൊടുത്തിട്ടുണ്ട്, അപ്പോസ്തലന്മാർ മുഖാന്തരം. അവനെ കേൾക്കുന്നവൻ എന്നെ കേൾക്കുന്നു, അവനെ തള്ളുന്നവൻ എന്നെ അയച്ചവനെ തള്ളുന്നു. ഈ കാലത്തുള്ള ജനം ഇവർക്ക് വേണ്ടുന്ന വചനം കേൾക്കാതെ, അനുസരിക്കാതെ പഴയ കാര്യവും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, വരാൻ പോകുന്ന കാര്യവും പറഞ്ഞുകൊണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്, പുതിയത് എന്ന് പറയത്തക്ക വണ്ണം വല്ലതുമുണ്ടോ? പണ്ടത്തെ കാലത്ത് തന്നെ അത് ഉണ്ടായിരിക്കുന്നു. അപ്പോ ഈ കാലത്ത് ലോകസഭകൾ പഠിപ്പിച്ചിരുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് എപ്പോഴും ദൈവത്തിന്റെ സത്യം. അത് പറയുമ്പോൾ അവർക്ക് മനസ്സിലാകില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, അനേക സഭകൾ പഠിപ്പിക്കുന്നത് കർത്താവ് എന്ന് ദൈവത്തിന്റെ ജനം പീഡയിലൂടെ കടന്നു പോകും, അങ്ങനെ വിശുദ്ധീകരിച്ചാണ് എടുക്കുന്നതെന്ന്. ഇവിടെ ഇത് എടുക്കാനുള്ള ഒരു കാരണം, ഉണ്ടായിരുന്നത് ഉണ്ടാകുവാനുള്ളതും എന്ന് പറഞ്ഞാൽ പഴയ നിയമകാലത്തിൽ നോക്കിയിട്ടാണ് നമുക്ക് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പഠിപ്പിക്കാൻ. നമുക്ക് മുൻപുണ്ടായിരുന്ന കാലത്ത് സംഭവിച്ചു കഴിഞ്ഞു എന്നാ. അവിടെ സംഭവിച്ചെങ്കിൽ ഇവിടെയും സംഭവിക്കും, അവിടെ സംഭവിച്ചില്ലെങ്കിൽ ഇവിടെ സംഭവിക്കില്ല. അപ്പൊ പഴയ നിയമകാലത്ത് ദൈവം ആരെങ്കിലും തെരഞ്ഞെടുത്തിട്ടുണ്ടോ? തെരഞ്ഞെടുത്തതിന് അത് പീഡയിൽ കൂടെയാണോ അല്ലെങ്കിൽ പീഡയ്ക്ക് ശേഷമാണോ ദൈവം അവരെ തെരഞ്ഞെടുത്തത്, അതോ പീഡയ്ക്ക് മുമ്പാണോ? എന്നാൽ പീഡയിലൂടെയും ചിലർ പോയിട്ടുണ്ട്. ഈ രണ്ട് കാര്യം ആരാണെന്നാണ് നമ്മൾ നോക്കിയിട്ട് ശരിയായ വെളിപ്പാടിനോട് ആമേൻ പറയുക, അത് മറ്റുള്ളവരെ അറിയിക്കുകയും വേണം. ഒരു താലന്ത് ലഭിച്ചാൽ കൊണ്ട് കുഴിച്ചിടാൻ പാടില്ല, കുഴിച്ചിടുന്ന ദുഷ്ടദാസനെ എന്ന് വിളിക്കും. ഓക്കെ, റോമർ 8:1. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. ഇത് പുതിയ നിയമസഭയിൽ പറയുന്നതാണ്. വാസ്തവത്തിൽ ഈ വചനം എപ്പോഴാണ്? അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല. പക്ഷെ ക്രിസ്തുയേശുവിലുള്ളവന് ന്യായവിധിയില്ല. ന്യായവിധിക്ക് മുമ്പായി അവൻ പോകും. വിശുദ്ധന്മാർ, നിങ്ങൾ ലോകത്തെ ന്യായം വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പൊ ലോകത്തെ ന്യായം വിധിക്കാൻ തക്കവണ്ണം ഇന്ന് ഈ സത്യസുവിശേഷം ഞാൻ അറിയിച്ചിരിക്കണം. വിശുദ്ധന്മാരുടെ മുമ്പിലാണ് നമ്മൾ അറിയിച്ച സുവിശേഷം കേട്ടിട്ട് വിശ്വസിക്കാത്ത ജനം വരുന്നത്. അവരുടെ മുമ്പിൽ, നമ്മുടെ മുമ്പിലാണ് വരുന്നത്. കർത്താവുമായി ചേർന്ന് നമ്മൾ ഏകാത്മാവായി വിശുദ്ധന്മാർ നിന്ന് അവരെ ന്യായം വിധിക്കണമെങ്കിൽ ഈ അറിയുന്ന സത്യം നമ്മൾ അവരോട് പറയണം. അപ്പോൾ അന്ന് അവർക്ക് ന്യായവിധി ഉണ്ടാകുന്ന സമയത്ത് ഇന്ന് ക്രിസ്തുയേശുവിലുള്ളവർക്ക് ന്യായവിധിയില്ല. എന്നാൽ നമുക്കിപ്പോൾ ശിക്ഷാവിധിയുണ്ട്. എന്താ? ക്രിസ്തുയേശുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല. ആ സമയത്തില്ല. ഇപ്പോഴാണെങ്കിലോ, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർ ഒരു തെറ്റ് ചെയ്താൽ ഇപ്പോൾ തന്നെ ശിക്ഷ കിട്ടും. കാര്യം എന്താ? പിന്നത്തേതിൽ അവർക്ക് ശിക്ഷയില്ല. എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിന് ശിക്ഷ ഇപ്പോൾ തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാകുന്ന ശിക്ഷ ഏതാണ്? ഹൃദയത്തിന്റെ കുത്താണ്. ഞാൻ ചിന്തിക്കുന്നതോ പ്രവർത്തിക്കുന്നതോ പാപമെങ്കിൽ എന്നെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി ഹൃദയത്തിൽ പരിശുദ്ധാത്മാവുണ്ട്. അതാണ് ആദ്യത്തെ കുത്ത്. ഇതില്ലെങ്കിൽ കൗലുടയന്മാര് ജാരസന്തതികളെന്ന ബൈബിൾ പറയുന്നത്. ഇങ്ങനെ നേർവഴിക്ക് നടത്തുന്ന ഒരു ആത്മാവിനെ കർത്താവ് നമ്മുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. വീണ്ടും ജനനം പ്രാപിച്ച് വിശ്വാസ സ്നാനം കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ വിശ്വാസ സ്നാനം സ്വീകരിച്ചവർക്ക്. അല്ലാതുള്ളവർക്കോ അവരുടെ മേൽ വന്ന ശരിയായ അഭിഷേകം അവരെ സത്യത്തിൽ വഴി നടത്തുമെന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ ശിക്ഷാവിധി, ന്യായവിധി കഴിഞ്ഞിട്ടുള്ള ശിക്ഷാവിധി ഇല്ല. ന്യായവിധിയിലും അകപ്പെടില്ല. ന്യായവിധി സമയത്ത് വിശുദ്ധന്മാരുടെ മുമ്പാകെ ന്യായവിധി. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഹൃദയത്തിൽ ഒരു കുത്തുണ്ടാവുകയും നമ്മൾ അതിൽ നിന്ന് മാനസാന്തരപ്പെടുകയും തെറ്റ് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് വീണ്ടും കർത്താവിനോട് കൂടെ, അതായത് ദിനം പ്രതി പുതുക്കത്തിന്റെ ആത്മാവ് പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് നാം ഒരുക്കമുള്ളവരായിരിക്കും. ഓക്കെ, ഇനി മണവാട്ടിയെ പീഡായിൽ കൂടെ കടത്തിവിടും എന്ന് പറയുന്നവർ, അവർക്ക് വേണ്ടിയിട്ടും നമ്മൾ അറിയാനായിട്ടും ഒരു പഴയ നിയമത്തിൽ എന്ത് സംഭവിച്ചു നോക്കുക.
ഒരിക്കൽ ഒരു ന്യായവിധി നടന്നു നോഹയുടെ കാലത്ത്. നോക്കുക, ഉൽപ്പത്തി 6:5. ഭൂമിയിൽ മനുഷ്യരുടെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് യഹോവ അനുതപിച്ചു. അത് അവന്റെ ഹൃദയത്തിന് ദുഃഖമായി. അടുത്ത് നോക്കുക, ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയുകയും മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കിയ കൊണ്ട് ഞാൻ അനുതപിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ദൈവം ഇവയെല്ലാം സൃഷ്ടിച്ച് ഇത് മുഴുവനും ദൈവത്തോട് മറുതലിച്ചത് കൊണ്ട് ദൈവം മുഴുവനെയും കൊല്ലാൻ പോവുകയാണ്, എല്ലാറ്റിനെയും കൊല്ലാൻ പോവുകയാണ്. അതായത് ഇവര് പറയുന്ന പ്രകാരം മണവാട്ടി പീഡാകാലത്തിലൂടെ കടന്നു പോയിട്ട് ശുദ്ധീകരിച്ചിട്ടാണ് എടുക്കുന്നതെങ്കിൽ പഴയ നിയമത്തിൽ അങ്ങനെ ഉണ്ടാവണം. അങ്ങനെയാണോ? നമുക്ക് നോക്കാം. ഭൂമിയെ മുഴുവൻ, അതൊരു ന്യായവിധിയാണ്, മുഴുവൻ ജനത്തെയും ജീവജാലങ്ങളെ മുഴുവൻ കൊന്നൊടുക്കുകയാണ്. ആ സമയത്തിന് മുമ്പ് വിശുദ്ധനായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നോ നോക്കുക. ഉൽപ്പത്തി 5:21. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതായി. അവൻ ന്യായവിധിയിൽ അകപ്പെട്ടില്ല. ഹാനോക്ക് വിശുദ്ധനാകുന്നു. ആ കാലത്ത് ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്നവനെ കർത്താവ് എടുത്തു. അപ്പോൾ വിശുദ്ധൻ അല്ലെങ്കിൽ മണവാട്ടി പീഡയ്ക്ക് മുമ്പ് എടുക്കപ്പെടും. ഇതിന് ശേഷമാണ് നമുക്ക് ഉൽപ്പത്തി 5:24. ഹാനോക്ക് ഉൽപ്പത്തി 5-ാമത്തെ അധ്യായം 6-ലാണ് നോഹയുടെ കാലം വരുന്നത്. അപ്പൊ 6-ാമത്തെ വാക്യത്തിൽ ദൈവം നോഹയെ വിളിച്ച് ഈ അളവ് നൂലെല്ലാം കൊടുത്ത് ഭൂമിയെ നശിപ്പിക്കാൻ പോകുന്നു എന്നത് അറിയിക്കുന്നതിന് മുമ്പ് തന്നെ ഹാനോക്ക് പോയിരിക്കുന്നു. ഭൂമിയിൽ പീഡ നടക്കാൻ പോകുന്നു. എന്നാൽ ഈ ഹാനോക്ക് 1-ാമത്തെ ഗണത്തിൽ പോകുന്ന വിശുദ്ധനാണ്. ഇനി 2-ാമത്തെ ഗണത്തിലുണ്ട്, അത് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. നോക്കട്ടെ, എന്നാണ് പറ്റുമെങ്കിൽ വേറെ വചനങ്ങൾ എടുക്കാം. 2-ാമത്തെ ഗണത്തിൽ പോകുന്നവർ ഈ പീഡയിൽ പെട്ടുപോകും. 2-ാമത്തെ ഗണത്തിൽ. പക്ഷെ അതിൽ അകപ്പെടാതിരിക്കാൻ കർത്താവ് അവരെ സംരക്ഷിക്കും. അതിനൊരു ഉദാഹരണമാണ് ഇവിടെ നോഹ. അതിലെങ്കിലും ഉണ്ടാകട്ടെ എന്നൊന്നും ആരും പ്രാർത്ഥിക്കരുത്. 1-ാമത്തെ ഗണത്തിൽ പോകണം വിശുദ്ധന്മാരായിട്ട്. ഇല്ല എങ്കിൽ 1000 വർഷം ദണ്ഡനത്തിൽ കിടക്കും. 1000 വർഷത്തിന് ശേഷം വെള്ളസിംഹാസനത്തിലെ ന്യായവിധിക്ക് വരുമ്പോഴും നമ്മുടെ ഇടയിൽ വിശുദ്ധന്മാരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ മുമ്പിലാണ് അവർ വരുന്നത്. അവിടെ വന്ന് ന്യായവിധി സമയത്ത് മാത്രമേ കർത്താവ് അവർക്ക് വേണ്ടി വാദിക്കുള്ളൂ. കർത്താവേ, ഇവർ എന്റെ നാമം നിഷേധിച്ചില്ല, എന്റെ നാമത്തെ തള്ളിക്കളഞ്ഞില്ല, ആ വിശ്വാസ സ്നാനം സ്വീകരിച്ചു. പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് പൂർണ്ണ തോതിൽ വിശ്വസിക്കാൻ കഴിയാതെ 2-ാമത്തെ ഗണത്തിൽ വിട്ടുപോയി എന്ന കാരണത്താൽ എന്നാൽ അതിൽ പെടാതെ ആ നാമം തള്ളിക്കളഞ്ഞ ജനത്തെ ന്യായം വിധിച്ച് നരകത്തിലേക്ക് തള്ളിക്കളയുന്ന സമയത്തിന് മുൻപായിട്ട് ഇവർക്കൊരു സംരക്ഷണം എടുക്കും. കർത്താവ് മുന്നമേ വന്നിട്ട് എന്താ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, അവന്റെ ഈ പിശാച് സകല നുണയും അപവാദവുമായി കർത്താവിന്റെ സന്നിധിയിൽ വരും, നമ്മുടെ സകല കുറ്റങ്ങളുമായി. അത് രക്താംബരം പോലെ ചുമപ്പാണ് പാപം. ആ ലിസ്റ്റുമായി വരുമ്പോൾ കർത്താവ് ഈ പാപത്തെ നോക്കുന്നത് കർത്താവിന്റെ രക്തത്തിലൂടെയാണ് നോക്കുന്നത്. രക്തം ചുമപ്പാണ്. ചുമപ്പും തമ്മിൽ നോക്കിയാൽ ബ്ലാങ്ക് ആണ്, ഒന്നും കാണില്ല. ശാസ്ത്രം പോലും തെളിയിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു കെമിക്കൽ ഇവിടെയാണ്. ഞാൻ എന്റെ വീഡിയോ കിടപ്പുണ്ട്, നോക്കിയിട്ട് ഇട്ട് തരാം. TV ഉണ്ടല്ലോ, നമുക്ക് കാണാൻ പറ്റും. അപ്പൊ രക്താംബരം പോലെ ചുമപ്പായിരുന്നതിൽ വേറൊരു കെമിക്കൽ ഒഴിക്കുമ്പോൾ അത് മുഴുവനും വെള്ള പോലെ ആയി തീരുകയാണ്. അപ്പൊ പിശാച് കൊണ്ടുവരുന്ന 2-ാമത്തെ ഗണത്തിൽ പോകുന്നതാ. ഒരു സഭയിൽ എത്ര ടൈപ്പ് ജനമുണ്ട്? 3 ടൈപ്പ്. യേശു ആകുന്നു തല, അതിന്റെ കൂടെ ഉള്ളവരാണ് സഭ. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഈ 3 പേരായിരുന്നു ആ കൂട്ടത്തിൽ വിശുദ്ധന്മാർ. അവരാണ് മറുരൂപമലയിൽ രൂപാന്തരപ്പെടുന്ന സമയത്ത് പോയത്. ബാക്കി ഇരുന്നത് ഉറങ്ങുന്ന മണവാട്ടി. അവർ 2-ാമത്തെ ഗണത്തിൽ പോകുന്നവരാണ്. 1-ാമത്തെ ഗണത്തിൽ പോകുന്നവരാണ്. അതിവിടെ എടുക്കേണ്ടതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് യേശുവിന്റെ ശരീരത്തിന്റെ പീഡ വരുന്നത്, ക്രൂശീകരണം. അപ്പൊ ക്രൂശീകരണത്തിന് മുമ്പ് രൂപാന്തരം പ്രാപിക്കുമ്പോൾ അവിടെ മോശ ഏലിയാവും വന്നു. ഇവിടെ നിന്ന് 3 പേര് അവിടെ പോയി. അപ്പം വിശുദ്ധന്മാരെ പീഡയിലൂടെ കടത്തിയിട്ടല്ല എടുക്കുന്നത്. ശരീരം എന്ന് പറഞ്ഞാൽ മുഴുവൻ ലോകത്തിന്റെ പാപ പീഡ വഹിക്കുന്നതിന് മുമ്പ് മരുഭൂമലയിൽ പോയി. മോശ ഏലിയ അവിടെ വന്നു. ഇവിടെ നിന്ന് 3 പേർ അവിടെ പോയി. അതിനുശേഷം ബാക്കിയുള്ളവർ തള്ളപ്പെട്ടു. എന്നാൽ അതിലൊരുത്തൻ പിശാചുണ്ടായിരുന്നു യേശുവിനോടൊപ്പം, യൂദ. അപ്പൊ 3 ടൈപ്പ് ജനം സഭയിലുണ്ട്. ഒരു കൂട്ടര് കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടും. 2-ാമത്തവർ കൈവിടപ്പെടുന്നവര് ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന മഹോദര കാലത്ത് ഒരു പക്ഷേ ഇവിടെ പെട്ടുപോകാം. എന്നാലും വെളിപ്പാടിൽ പറയുന്നു, എണ്ണയ്ക്കും വീഞ്ഞിനും കേട് വരുത്തരുത്. എണ്ണ എന്താണ്? അഭിഷേകം. ആ സമയത്ത് അഭിഷേകമാവുന്നുള്ളൂ, പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ വസിക്കുന്ന കാര്യമല്ല. അത് അങ്ങനെയുള്ളവരെ കൊണ്ടുപോയി കഴിഞ്ഞു. കൊണ്ടുപോയി കഴിഞ്ഞ ശേഷം ഇപ്പോൾ അഭിഷേകം, ശരിയായ അഭിഷേകം അല്ല, മറ്റു സഭകൾ വെറുതെ പറയുന്ന അഭിഷേകമല്ല,
ശരിയായ അഭിഷേകം പ്രാപിച്ചവർ നാമത്തെ തള്ളിക്കളഞ്ഞവരല്ല. നമ്മൾ സഭാകാലം എടുക്കുമ്പോൾ പറയുന്നത്, നിനക്ക് അല്പമേ ശക്തി ഉള്ളുവെങ്കിൽ നീ എന്റെ നാമം നിഷേധിച്ചില്ല. അങ്ങനെ നാമം നിഷേധിച്ചവരാണ് ഈ സഭകൾ മുഴുവനും. സ്നാനത്തിന് യേശുക്രിസ്തു നാമം ഉപയോഗിക്കില്ല. നമ്മളിവിടെ പറയാറുണ്ടല്ലോ, വിവാഹത്തിനോ മരണടക്ക ശുശ്രൂഷയ്ക്കോ ഒന്നിനും ഒരു യേശുക്രിസ്തു നാമം ഉപയോഗിക്കില്ല. എല്ലാം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അതൊട്ട് നാമമല്ല. ഈ പിതാവിന് നാമമുണ്ട്, പുത്രന് നാമമുണ്ട്, പരിശുദ്ധാത്മാവിന് നാമമുണ്ട്. അത് അവർ ഉപയോഗിക്കുകയില്ല. അപ്പോൾ രണ്ടാമത്തെ ഗണത്തിൽ പോകുന്നവർ പിന്നത്തേലോ 1000 ആണ്ട്, അത് 1000 ആണ്ട് വാഴ്ച സമയത്തും അവർ ദണ്ഡനത്തിലായിരിക്കും. അതിനുശേഷമാണ് ന്യായവിധി വരുന്നത്. അപ്പൊ അതിലകപ്പെട്ട് പോകരുത്. ഇപ്പൊ നോക്കൂ, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. അതിനു മുമ്പായിട്ട് ഉൽപ്പത്തി 5:24 ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഇനി 6 നോക്കൂ. 6 ഉൽപ്പത്തി 6-ാമത്തേതിൽ പെട്ടകം ഉണ്ടാക്കുന്നത് 7-8 വാക്യങ്ങൾ വചനങ്ങൾ നോക്കിയാൽ അറിയാം. അവിടെയാണ് ലോകത്തെ മുഴുവൻ നശിപ്പിക്കുന്നത്. മുഴുവൻ ആ സമയത്ത് നോഹയെ സംരക്ഷിക്കുകയാണ് ദൈവം ഒരു പെട്ടകത്തിനുള്ളിൽ. അതാണ് വെളിപ്പാടിൽ പറയുന്ന എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത്. രണ്ടാമത്തെ ഗണത്തിൽ പോകുന്നവനെ പോലും സംരക്ഷിച്ചു. പക്ഷെ അവൻ ആ മഹോദ്രവകാല സമയത്ത് അവൻ ഭൂമിയിലുണ്ട്. അതിനുശേഷവും അവൻ ജീവിച്ച ആ കാലത്തിന്റെ ഗതികൾക്കനുസരിച്ച് ജീവിച്ചാണ് മരിച്ചു പോയത്. അപ്പോൾ ഭൂമിയിൽ സകല വരെ നശിപ്പിക്കുന്ന പീഡ നടക്കുമ്പോൾ രണ്ടാമത്തെ ഗണത്തിലുള്ള നോഹയും കുടുംബത്തെയും 1 വർഷത്തോളം കർത്താവ് പെട്ടകത്തിലായിരുന്നു. എന്തുകൊണ്ടാ? അവൻ നീതിമാൻ പ്രയാസേന ദൈവരാജ്യം പ്രാപിക്കുന്ന 1 വർഷത്തോളം ആ പെട്ടകത്തിൽ കിടക്കുന്ന സകലർക്കുള്ള ആഹാരം ദൈവം നോഹയിലൂടെ ഒരുക്കി വെച്ചിരുന്നു. ഇന്ന് സഭ നമ്മൾ ഇതാണ് കർത്താവ് യേശു ക്രിസ്തു ആകുന്ന പെട്ടകം. അതിൽ കടക്കുവാൻ ഒരു വാതിലുണ്ട്, കർത്താവ് യേശു ക്രിസ്തു. ആ സഭയിലേക്ക് കടക്കണമെങ്കിൽ പാപം മോചിച്ചിരിക്കണം. പാപികൾക്ക് യേശുവുമായി യാതൊരു ബന്ധവുമില്ല. പാപം മോചിച്ചു വരുമ്പോഴാണ് ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ വിശുദ്ധനാകുവിൻ. ആ വാതിൽക്കൽ വെച്ച് തന്നെയാണ് ലോക സഭകൾ മുഴുവൻ തെറ്റിച്ചിരിക്കുന്നത്. ആ സ്നാനം വേണ്ട എന്ന് പിശാച് ഉപദേശിച്ചു. പാപമോചന സ്നാനം ഇല്ലാതെ സഭയിൽ കടന്നുകൂടിയിരിക്കുന്നു. ഇതാണ് വേറെ വഴിയായി വന്നവൻ. അവർക്ക് നീതിയുടെ വസ്ത്രം ലഭിക്കില്ല. നീതിയുടെ വസ്ത്രം ലഭിക്കാനുള്ള യോഗ്യത ഒന്നാമത് പാപം മോചിച്ചിരിക്കണം. അങ്ങനെ വേറെ വഴിയായി വന്നവനാണ് ഇരുളിൽ പിടിച്ചു തള്ളിയത്. മത്തായി സുവിശേഷം 22-ാമത്തെ അധ്യായത്തിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ മണവാട്ടി പീഡയിൽ കടന്നു പോകില്ല എന്നതിന് ഉദാഹരണം ഹാനോക്ക് ആ കാലത്തിന്റെ ന്യായവിധി പീഡ വരുന്നതിന് മുമ്പേ ഹാനോക്ക് എടുക്കപ്പെട്ടു. നോഹയും കുടുംബം നീതിമാനാണ്. അവൻ പ്രയാസേന ദൈവരാജ്യം പ്രാപിച്ചു. ഒരു ഉദാഹരണം. രണ്ടാമത്തത് ഉൽപ്പത്തി 41-ാമത്തെ അധ്യായം 15-ാമത്തെ. ഫറവോൻ ജോസഫിന് സാപ്നത്ത് പനേഗ് എന്ന് പേരിട്ടു. ഓനിലെ പുരോഹിതനായ പോത്തിഫേറയുടെ മകൾ ആസ്തനത്തിനെ അവന് ഭാര്യയായി കൊടുത്തു. പിന്നെ ജോസഫ് മിസ്രയീം ദേശത്ത് സഞ്ചരിച്ചു. ജോസഫ് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനും മുൻകുറിയാണ്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ വിവാഹം എപ്പോഴാണ്? അത് കഴിഞ്ഞിട്ട് മിസ്രയീമിൽ ദാരിദ്ര്യം വരുന്നത് എപ്പോഴാണ്? ആ ദാരിദ്ര്യ സമയത്ത് ലോകത്ത് പീഡ ഉണ്ടാകുന്നു. അവിടെയും പീഡയാണ്. ആഹാരമില്ല, വെള്ളമില്ല, ജനങ്ങളെല്ലാം കന്നുകാലികളെല്ലാം മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം ആരെങ്കിലും സംരക്ഷിക്കുന്നുണ്ടോ? സംരക്ഷിക്കുന്നതിന് മുമ്പ് അവിടെ ഒരു വിവാഹം നടന്ന് ആരെങ്കിലും കൊട്ടാരത്തിൽ വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടത്. അപ്പോ ക്രിസ്തുവിന്റെ മണവാട്ടി പീഡയിൽ കടന്നു പോകില്ല എന്നതിന് മറ്റൊരു ഉദാഹരണം കൂടെ. ജോസഫ് മിസ്രയീം രാജാവായ ഫറവോന്റെ മുൻപാകെ നിൽക്കുമ്പോൾ അവന് 30 വയസ്സായിരുന്നു. ജോസഫ് ഫറവോന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് മിസ്രയീം ദേശത്തൊക്കെയും സഞ്ചരിച്ചു. 47:2. പിന്നെ അവൻ തന്റെ സഹോദരന്മാരിൽ 5 പേരെ കൂട്ടിക്കൊണ്ടു ചെന്ന് ഫറവോന്റെ സന്നിധിയിൽ നിർത്തി. ഫറവോന്റെ സന്നിധിയിൽ നിർത്തുന്നത് മിസ്രയീമിൽ ദാരിദ്ര്യം വരാൻ പോകുന്നതിന് തൊട്ടു മുമ്പ്. നോഹയോട് ദൈവം സംസാരിക്കുമ്പോൾ അവൻ ദൈവസന്നിധിയിൽ നിന്നാണ് കേൾക്കുന്നത്. ദൈവത്തിന്റെ ശബ്ദം വരുന്നത് അവൻ കേൾക്കുകയാണ്. അതുപോലെ അവിടെ ന്യായവിധി വരും. മിസ്രയീമിൽ ദാരിദ്ര്യം വരുന്നതിന് അതിനു മുമ്പായിട്ട് ഇവിടെ സന്നിധിയിൽ കുറച്ച് വരുന്നത് ആഹാരം കൊള്ളാൻ പോയി. മിസ്രയീമിൽ ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് ആഹാരം ശേഖരിക്കാൻ പോയവരാണ്. അപ്പൊ സഹോദരന്മാരിൽ 5 പേരെ കൂട്ടിക്കൊണ്ടു ചെന്ന് ഫറവോന്റെ ദൈവസന്നിധിയിൽ നിർത്തി. ഫറവോൻ യോസേഫിനോട്, നിന്റെ അപ്പനും സഹോദരന്മാരും നിന്റെ അടുക്കൽ വന്നിരിക്കുന്നുവല്ലോ. ഇത് അടുത്തിന് എന്താ സംഭവിക്കുന്നത്? മണവാട്ടി പോയ ശേഷം യേശു ക്രിസ്തുവാണ് ജോസഫിന് മുൻകുറി. ആ ജോസഫിന്റെ അടുക്കലാണ് കുത്തിയവങ്കിലേക്ക് നോക്കി നിലവിളിക്കുന്ന യഹൂദന്മാർ വരുന്നത്. അന്ന് മനസ്സിലായോ? യഹൂദന്മാര് പഠിപ്പിച്ചിട്ടുള്ളതാണ്. യേശു വന്നു പോയി മണവാട്ടി ചേർന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ പരിശുദ്ധാത്മാവ് ഇസ്രായേലിലേക്ക് പോവുകയാണ്, ലോകത്തിലേക്ക് പോകില്ല. ഇസ്രായേൽ ദൈവഹിത പ്രകാരമുള്ള നിർവചനം പൂർത്തിയാക്കണം. എന്താ? ഒന്നാമത് എന്താണ്? ജാതികളുടെ സംഖ്യ തികയോളം ജാതികൾ യെരൂശലേം ചവിട്ടിക്കളയും. ഇന്ന് അവിടെ അൽ-അഖ്സ പള്ളി മുസ്ലിംസ് ആണ് ആരാധിക്കുന്നത്. അത് പിടിച്ചെടുക്കുന്നതിന് മുമ്പ് മണവാട്ടി പോകും. പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ യുദ്ധം തുടങ്ങി, പ്രശ്നമായി.
മഹാകഷ്ടത്തിൽ തന്നെ അത് തിരികെ പണിയുന്നുണ്ട്. നമ്മൾ നേരത്തെ എടുത്തതാണ്, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകങ്ങൾ നോക്കുക. കഷ്ടത്തിലൂടെ തന്നെ അതിനെ പണിയും. മുമ്പൊരിക്കൽ അങ്ങനെ പണിതാണ്, ഒരിക്കൽ പണിതു, അത് പൊളിഞ്ഞു പോയി, ശലോമോനോട് വീണ്ടും അതിനെ പണിതു. ഇപ്പോൾ അത് ഇല്ല, അവിടെ യെരൂശലേം ദേവാലയം ഇല്ല. അത് തിരികെ പണിയുമ്പോൾ മഹാകഷ്ടത്തിലൂടെ, അപ്പൊ ലോകത്ത് യുദ്ധം നടക്കും. ആ അൽ-അഖ്സ പള്ളി പൊളിക്കുന്നതോടുകൂടി മുസ്ലിം രാജ്യങ്ങളും അനേക രാജ്യങ്ങളെല്ലാം ചേർന്ന് ഇസ്രായേലിനെതിരെ വരും. എതിരെ വന്ന് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കുറച്ച് പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ അത് പുനഃസ്ഥാപിക്കും. അപ്പോൾ അതിന് ശേഷം യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ ഈ യഹൂദന്മാർ, യേശുവിനെ ക്രൂശിച്ചു കൊന്ന യഹൂദ ജനം അവിടെ മുമ്പിൽ വരുമ്പോഴാണ് അവർ ചോദിക്കുന്നത്, നിന്റെ ശരീരത്തിൽ യേശു അവിടെ വരും, ശരീരത്തിൽ മുറിവുകൾ എവിടെ നിന്ന് ചോദിക്കുമ്പോൾ യേശു എന്താ പറയുന്നത്? ഞാൻ സ്നേഹിച്ചവരുടെ വീട്ടിൽ വെച്ച് എനിക്ക് മുറിവേറ്റതാകുന്നു. യേശു സ്നേഹിച്ചതാണ് യഹൂദ ജനത്തെ. അവർ തന്നെയാണ് ആ യേശുവിനെ ഉപദ്രവിച്ച് കൊന്നത്. അപ്പോഴാണ് അവൻ കുത്തിയവിലേക്ക് നോക്കി നിലവിളിക്കുന്നത്, നിന്നെയാണോ ഞങ്ങൾ കൊന്നത്? നീ ഞങ്ങളുടെ രക്ഷിതാവ് തന്നെ ആയിരുന്നല്ലോ എന്നവർ നിലവിളിക്കുന്നത് പോലെ. നോക്കൂ, ഫറവോൻ ഇവിടെ ഫറവോനെ ദൈവമായിട്ട് കാണുക. യോസേഫ് യേശു ക്രിസ്തുവിന് മുൻകറി, നിന്റെ അപ്പനും സഹോദരന്മാരും, അതായത് യേശുവിനെ ക്രൂശിച്ചവർ, ഇവിടെ അവരെ ഈ മിസ്രയീം സമയത്ത് ഇവിടെ കൊണ്ടുവന്നു. ഇത് കൂടെ പഠിപ്പിച്ചാണ് സിസ്റ്റർ ഇന്ന് കണ്ടപ്പോൾ ഒന്നും മനസ്സിലാവാത്തത്, ഇതുകൊണ്ടാണ് ഞാൻ അത്രയും പറഞ്ഞത്. ഓക്കെ, ഇത് മുമ്പ് പഠിപ്പിച്ചാണ്. അപ്പൊ ജോസഫിന്റെ മുമ്പിൽ സഹോദരന്മാരെല്ലാം വന്നപ്പോൾ അവിടെ പറയും, നിന്റെ സഹോദരന്മാരും നിന്റെ അടുക്കൽ വന്നിരിക്കുന്നുവല്ലോ, മിസ്രയീം ദേശം നിന്റെ മുമ്പാകെ ഇരിക്കുന്നു, ദേശത്തിലേക്ക് നല്ല ഭാഗത്ത് നിന്റെ അപ്പനെയും സഹോദരന്മാരെയും പാർപ്പിക്ക, അവർ ഗോശേൻ ദേശത്ത് തന്നെ പാർത്തുകൊള്ളട്ടെ, അവരിൽ പ്രാപ്തന്മാർ ഉണ്ടെന്ന് നീ അറിയുന്നു എങ്കിൽ അവരെ എന്റെ ആടുമാടുകളുടെ വിചാരകന്മാരാക്കി വെക്കുക എന്ന് കൽപ്പിച്ചു. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്ന സമയത്ത് യോസേഫിന്റെ മുമ്പാകെയാണ് ഇവർ വന്നിരിക്കുന്നത്. ഇതിന് മുൻപ് ജോസഫ് വിവാഹം കഴിച്ചിരിക്കുന്നു. ജോസഫ് യേശു ക്രിസ്തു ഒരു മിസ്രയീം പെൺകുട്ടി, മനസ്സിലാവുന്നുണ്ടോ? ജോസഫ് ഒരു മിസ്രയീം പെൺകുട്ടി, അത് പാപിയാണ്, യഹൂദ എന്നല്ല. യേശു ക്രിസ്തു വിവാഹം ചെയ്യുന്നത് മണവാട്ടിയാണ്, നമ്മളാണ്, യഹൂദനിൽ നിന്നല്ല. മിസ്രയീം പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അവൾ കൊട്ടാരത്തിൽ നിൽക്കുന്ന സമയത്താണ് ജോസഫിന്റെ സഹോദരങ്ങൾ അവരുടെ മുമ്പിൽ പ്രാകാരത്തിലാണ് വരുന്നത്. കൊട്ടാരത്തിന് അവർക്ക് പ്രവേശനമില്ല. കർത്താവ് വന്ന് മണവാട്ടിയെ കൊണ്ടുപോയ കൊട്ടാരത്തിനകത്ത് നിൽക്കുമ്പോഴാണ് തിരികെ യഹൂദന്മാരുടെ കാര്യം അവിടെ വരുന്നത്. നോഹയുടെ കാര്യം അങ്ങനെ തന്നെ. ഹാനോക്കിനെ കർത്താവ് എടുക്കപ്പെട്ടു, ദൈവസന്നിധിയിൽ പോയ ശേഷമാണ് ദൈവം നോഹയോട് സംസാരിച്ച് അളവ് കൊടുക്കുന്നത്. 5:24 ഹാനോക്ക് പോയി. ഉൽപ്പത്തി 5-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ അധ്യായം മുതലാണ് ദൈവം നോഹയോട് സംസാരിക്കുന്ന സമയത്ത് ഹാനോക്ക് എടുക്കപ്പെട്ടു. ഇപ്പൊ ജോസഫിന്റെ മുമ്പിൽ ഈ സഹോദരങ്ങൾ അല്ലെങ്കിൽ യഹൂദന്മാർ ആ സമയത്ത് മിസ്രയീമിൽ ദാരിദ്ര്യം വരാൻ പോകുന്നു. അതിനു മുമ്പ് അവിടെ നിൽക്കുന്നതിന് മുമ്പ് ജോസഫ് മിസ്രയീംകാരിയായ പാപിയായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. അവൾ കൊട്ടാരത്തിൽ നിൽക്കുകയാണ്. ഓക്കെ, പൂർണ്ണമായിട്ട് മനസ്സിലായെങ്കിൽ പിന്നീട് ചോദിക്കാം. 47 അനന്തരം ജോസഫ് തന്റെ അപ്പനെയും സഹോദരന്മാരെയും കൂടി പാർപ്പിച്ചു. ഫറവോൻ കൽപ്പിച്ചതുപോലെ അവർക്ക് മിസ്രയീം ദേശത്തിലേക്ക് നല്ല ഭാഗമായ രമസേത്ത് ദേശത്ത് അവകാശമാക്കി കൊടുത്തു. ജോസഫ് തന്റെ അപ്പനെയും സഹോദരന്മാരെയും അപ്പന്റെ കുടുംബത്തെയും ഒക്കെയും കുഞ്ഞുകുട്ടികളുടെ എണ്ണത്തിന് ഒത്തവണ്ണം ആഹാരം കൊടുത്ത് രക്ഷിച്ചു. എന്നാൽ ക്ഷാമം ഏറ്റവും കഠിനമായിരുന്നത് കൊണ്ട് ദേശത്തെങ്ങും ആഹാരമില്ലാതെയായി. മിസ്രയീം ദേശവും കനാൻ ദേശവും ക്ഷാമം കൊണ്ട് വലഞ്ഞു. ഇതാണ് പീഡ. മൃഗങ്ങളെല്ലാം വെള്ളം കിട്ടാതെ മനുഷ്യരെല്ലാം മരിക്കുകയാണ്. മരിക്കുന്ന സമയത്തിന് മുൻപ് ഈ ജോസഫ് യേശു ക്രിസ്തു സഹോദരന്മാരും യഹൂദന്മാര് അവരെ വിളിക്കുന്നു. അവരെ വിളിക്കുന്നതിന് മുമ്പ് ജോസഫ് പുറം ജാതിക്കാരിയെ വിവാഹം കഴിച്ചു. അവൾ കൊട്ടാരത്തിൽ നിൽക്കുന്നു. അപ്പോൾ മിസ്രയീമിൽ ഈ പീഡ വരുന്ന സമയത്ത് മണവാട്ടി പീഡയിലൂടെ കടന്നു പോകില്ല. അതിനു മുമ്പ് തന്നെ മിസ്രയീമിൽ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അവൾ കൊട്ടാരത്തിൽ നിൽക്കുകയാണ്. ഓക്കെ, എന്നാൽ ക്ഷാമം ഏറ്റവും കഠിനമായിരുന്നത് കൊണ്ട് ദേശത്തെങ്ങും ആഹാരമില്ലാതെയായി. മിസ്രയീം ദേശവും കനാൻ ദേശവും ക്ഷാമം കൊണ്ട് വലഞ്ഞു. അപ്പൊ ക്ഷാമം കൊണ്ട് വലയുന്നതിന് മുമ്പാണ് മണവാട്ടിയെ എടുക്കപ്പെട്ടത്. നോഹയുടെ കാലത്ത് ദേശം മുഴുവൻ ന്യായവിധിയാൽ വരുന്നതിന് മുമ്പാണ് ഹാനോക്ക് എടുക്കപ്പെട്ടത്. എന്നാൽ ഹാനോക്കിനെ അവിടെ സംരക്ഷിച്ചു. നോഹയെ സംരക്ഷിച്ചു. അവൻ നീതിമാനാണ്. നീതിമാൻ പ്രയാസേന ദൈവരാജ്യം പ്രാപിക്കും. ഇവിടെ ജോസഫിന്റെ സഹോദരങ്ങൾ നീതിമാന്മാരുടെ ഗണത്തിലാണ്. അവിടെ ദാരിദ്ര്യം വരുന്ന സമയത്തും ഇവരുടെ അധ്വാനിക്കുകയാണ്. കൊട്ടാരത്തിൽ നിൽക്കുന്ന ഈ രാജകുമാരിക്ക് വരെ ആഹാരം കഴിക്കുന്നതിനായി ഇവരവിടെ സേവ ചെയ്യുകയാണ്. അവർക്ക് ഒരുക്കി കൊടുത്ത സ്ഥലത്ത് കൃഷി ചെയ്ത് മാടുമാടുകളെ
മേയിച്ചുകൊണ്ട് അവർ ഈ കൊട്ടാരത്തിന് വേണ്ടി, കൊട്ടാരത്തിൽ നിൽക്കുന്ന മണവാട്ടിക്കും ഈ മണവാളനും വേണ്ടി സേവ ചെയ്യുകയാണ്. യഹൂദന്മാർ സേവകരാവുള്ളൂ, മണവാട്ടിയുടെ ഗണത്തിൽ വരില്ല. 144,000, അതായത് 1,44,000 പേര് എടുത്തിരുന്നാലും അവർ മുന്നമേ എടുക്കുന്ന ജാതികൾക്ക് സേവകരായിട്ടേ വരികയുള്ളൂ. ഇനി ഒരു ഉദാഹരണം, അപ്പൊ 2 ഉദാഹരണം നോക്കി. പീഡയ്ക്ക് മുമ്പ് മണവാട്ടിയെ അല്ലെങ്കിൽ വിശുദ്ധന്മാരെ എടുത്തു. പീഡ സമയത്ത് നീതിമാൻ പ്രയാസേന എന്നത് കർത്താവ് സംരക്ഷിക്കുന്നു, ബാക്കിയുള്ളവരെല്ലാം പീഡയിൽ നശിച്ചു പോകുന്നു. ഇനി അടുത്ത് 10 കന്യകമാരുടെ, യേശുക്രിസ്തു ഒരു ഉദാഹരണം പറയാണ്. 10 കന്യകമാരുണ്ടായിരുന്നു, 10 പേര് കന്യക എന്നാണ്. അതിൽ നിന്ന് കർത്താവ് കുറച്ചുപേരെ അകത്ത് കയറ്റി മണവാളൻ വാതിലടച്ചു. വാതിൽ കർത്താവ് യേശുക്രിസ്തു. നമ്മളിലും ആരാണ് ഈ പെട്ടകത്തിനുള്ളിൽ കടക്കാൻ യോഗ്യരെന്ന് നമുക്കറിയില്ല, കർത്താവിനെ അറിയാവൂ. എങ്ങനെയാണ് കർത്താവിനെ അറിയാം? കർത്താവിനെ അറിയാമെന്നുള്ള എങ്ങനെ അറിയാമെന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. വെറുതെ ബ്ലാങ്ക് ആയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. കർത്താവിനെ അറിയാം. ഇതിനകത്ത് ആരാണ് മണവാട്ടി, അത് ലോകസ്ഥാപനത്തിന് മുമ്പേ അറിയാം, അതൊക്കെ നമ്മൾ അറിയാം. അങ്ങനെയല്ല, ഇതിലാരാണ് കർത്താവിന്റെ മണവാട്ടി എന്ന് കർത്താവിനെ അറിയാവുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയണം. എങ്ങനെയായിരിക്കാം? ഒന്നാമത്തത്, പാപം മോചിച്ച് യേശുക്രിസ്തു നാമത്തിൽ സ്നാനമേൽപ്പിൻ എങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അഭിഷേകമല്ല, ദാനം ഹൃദയത്തിൽ വരുന്നതാണ്. പിന്നെ ആ ദൈവാത്മാവ് വഴി നടത്തുന്നത് ആ ദൈവാത്മാവ്, ഈ വന്ന പരിശുദ്ധാത്മാവ് വഴി നടത്തുന്ന ഏവരുമാണ് വിശുദ്ധന്മാർ. അവരാണ് മണവാട്ടി, അവരാണ് മക്കൾ. അപ്പോൾ ഇതിൽ ഇന്നിപ്പോൾ ഉദാഹരണം, ഈ സഭയിൽ ഇപ്പോൾ ഇരിക്കുന്നതിൽ എത്ര പേരുടെ ഹൃദയത്തിൽ കർത്താവ് പരിശുദ്ധാത്മാവിനെ അയച്ചു? അവർ ആരെന്ന് ദൈവത്തിനറിയാം. അയച്ചെങ്കിൽ, ഉണ്ടെങ്കിൽ അത് ദൈവത്തിനറിയാം. അവരാണ് വിശുദ്ധന്മാർ. ഇനി ഇതിനകത്ത് ചിലപ്പം ഇപ്പോഴും ഇനി ലഭിക്കും. എന്തുകൊണ്ടാണ്? നമ്മൾ ദൈവവചനം കേട്ട് പരിപൂർണമായി ദിനം പ്രതി പുതുക്കത്തിന്റെ ആത്മാവ് പ്രാപിച്ച് എപ്പോഴാണ് ഇനി ഞാൻ തെറ്റായ വഴി നടക്കില്ല, പാപം ചെയ്യില്ല, വചനവിരുദ്ധമായി പോകില്ല എന്നതുകൂടി കർത്താവിന് മുന്നമേ കാണാൻ കഴിയും. പക്ഷെ ഇനി ഒരു ഉദാഹരണം പറയാണ്. 100 പേരെ തെരഞ്ഞെടുത്തു, 10 പേര് അവസാനം ജീവകിരീടം പ്രാപിക്കുന്നതായി കർത്താവ് കാണുന്നു എന്ന് വയ്ക്കുക. 10 പേര്, 100 പേരെ തെരഞ്ഞെടുത്തു, 10 പേർ ജീവകിരീടം പ്രാപിക്കുന്നു. 10 പേർ, ഈ 100 പേര് സ്നാനമേറ്റ് സഭയിൽ വന്ന ജനത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ പാപമോചന സ്നാനം ലഭിച്ച് പെട്ടകത്തിൽ അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തു നാമം വഴിയായി ഇടുക്കു വഴിയായി കടന്നിരിക്കുകയാണ്. ഈ കടന്നതിൽ 10 പേർ മാത്രമേ ജീവകിരീടം പ്രാപിക്കുന്നുള്ളൂ, ലാസ്റ്റിൽ കർത്താവിന്റെ മണവാട്ടിയായിട്ട് എടുക്കപ്പെടുന്നുള്ളൂ. എങ്കിൽ ഈ 100 പേര് സ്നാനപ്പെട്ടതിൽ ഈ എടുക്കപ്പെടുന്ന 10 പേരിൽ ഒരു ഉദാഹരണം പറയാണ്, ചിലപ്പോൾ ഒരു 2 പേർക്ക് മാത്രമേ അപ്പോൾ തന്നെ പരിശുദ്ധാത്മ ലഭിച്ചിട്ടുണ്ടാവുകയുള്ളൂ. അപ്പൊ പിന്നെ ബാക്കി 8 പേരെ എപ്പോഴാണ് കർത്താവ് വേർതിരിച്ചത്? അത് സഭയിൽ വന്ന് ഈ 2 പേർ ആരാണ്? തിരുവചന പ്രകാരം വിശ്വസിച്ച് സ്നാനമേറ്റ് പരിശുദ്ധാത്മ ലഭിച്ചിട്ട് ഇനി സഭയിലായിരിക്കുന്ന സമയത്ത് അവസാനം വരെയും അവർ പാപം ചെയ്യില്ല, വചനവിരുദ്ധമായി ജീവിക്കില്ല, വിട്ടുപോകില്ല എന്ന് ദൈവത്തിന് മുന്നമേ കാണാൻ കഴിഞ്ഞ വ്യക്തികൾക്ക് 2 പേർക്ക് അപ്പോൾ തന്നെ സീൽ ചെയ്യും. നോക്കൂ, ഇടയ്ക്ക് വെച്ചിട്ടിട്ട് പോകുന്ന പരിപാടിയില്ല. പരിശുദ്ധാത്മാവ് നൽകി ആത്മാവിൽ ശക്തിയോടെ വീര്യപ്രവൃത്തികൾ അത്ഭുതങ്ങൾ ചെയ്ത് വചനം പ്രവർത്തനം അല്ലെങ്കിൽ സുവിശേഷം ചെയ്ത് കൃത്യം പരിശുദ്ധാത്മ ലഭിച്ചു, ഇടയ്ക്ക് വെച്ച് തെറ്റിപ്പോയാലോ? കർത്താവിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ദുഃഖിക്കുന്നില്ല എന്നാണ്. അപ്പൊ തെരഞ്ഞെടുപ്പ് തെറ്റിപ്പോയി എന്ന് വരും. അങ്ങനെയില്ല. എപ്പോഴാണ് ആ കാലത്തിന്, അവരുടെ കാലത്തിന്റെ അവസാനം വരെയും അവർ തെറ്റിപ്പോകില്ല എന്ന് കണ്ടാൽ ആ 2 പേർക്ക് പരിശുദ്ധാത്മാവ് ആദ്യം മുതലേ കൊടുക്കും. കാര്യം എന്താ? അവസാനം വരെ ഈ ലാസ്റ്റ് വെളിപ്പാടിൽ അവര് നിലനിൽക്കും. അവരുടെ മരണശേഷം എടുക്കുകയും ചെയ്യും. അപ്പൊ ബാക്കി 8 പേര് അങ്ങനെ എടുക്കും. സഭയിൽ കടന്നു വന്ന് നമ്മൾ ആരും പൂർണ്ണരല്ല, എപ്പോഴും തെറ്റിപ്പോകുന്നവരാ. അപ്പൊ ദൈവവചനം കേൾക്കും തോറും നാം നമ്മെ തന്നെ ചെത്തി വെടിപ്പാക്കുകയാണ്. അതിനാണ് സഭ വെച്ചിരിക്കുന്നത്. സഭയിൽ സഭാരാധന നിങ്ങൾ മറ്റുള്ളവരെ പോലെ അലക്ഷ്യമാക്കരുത്. സഭയിൽ തിരുവചനം പറയുമ്പോൾ ആ വചനത്തിനകത്ത് നിന്ന് പരിശുദ്ധാത്മാ ശക്തിയോടും, അപ്പൊ പരിശുദ്ധ ശക്തിയുണ്ട്, പിന്നെയോ ആ വചനം പോലെ എന്നെ ആക്കി തീർക്കുന്നതിനുള്ള ബഹുനിശ്ചയവും കൂടി അതിനകത്തുണ്ട്. അത് ചർച്ചിലിരുന്ന് ഞാൻ ആ വചനത്തെ സ്വീകരിച്ചിട്ട്, കർത്താവെ ഞാൻ തെറ്റിപ്പോയി, ഈ വചനപ്രകാരം അല്ല ഞാൻ ജീവിച്ചത്, എന്നെ സഹായിക്കണം, ഇനി മുതൽ ഈ വചനപ്രകാരം ദൈവ ഇഷ്ടപ്രകാരം എനിക്ക് ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനമെല്ലാം കേട്ട് തീർന്ന ശേഷം ലാസ്റ്റിൽ ഒരു പ്രയർ ഉണ്ട്. അതാണ് ആരാധന. ആ ആരാധന എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. അതിന്റെ മേൽ റാഞ്ചൽ പക്ഷെ അത് പരിശുദ്ധാത്മാവ് ഇറങ്ങി അതുവരെയുള്ള എന്റെ പാപത്തെ കത്തിച്ച് കളഞ്ഞിട്ട് ആ ലഭിച്ച വചനം ഞാൻ സ്വീകരിക്കുമ്പോൾ വചന മണവാളനാവുകയാണ്, മണവാട്ടിയാവുകയാണ്.
മണവാളൻ വചനമാണ്. എന്റെ അടുക്കിലേക്ക് വരുന്ന ദൈവവചനം ഞാൻ വിശ്വസിച്ച് ഇനി ഞാൻ അങ്ങനെ ആ വചനപ്രകാരം ജീവിച്ചു കൊള്ളാമെന്ന് നിശ്ചയിച്ചുറപ്പിച്ചിട്ട് ആ വചനവും കൂടെ എന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആ വചനം മണവാട്ടിയാവുകയാണ്. മണവാട്ടി ഇങ്ങനെ വചനത്താൽ ഉരുവാകും. അപ്പോൾ എപ്പോഴാണ് പൂർണ്ണമായും നാം പരിശുദ്ധാത്മാവിലാകുവാൻ പ്രാപ്തരാകുന്നതെന്നും കണക്കിടുന്നത് ദൈവമാണ്. നമ്മുടെ മോടി കൊണ്ടോ ശരീരം കൊണ്ടോ പ്രാകൃതം കൊണ്ടോ അല്ലെങ്കിൽ എല്ലാ ദിവസവും മരുന്ന് കൊണ്ടോ അങ്ങനെയൊന്നുമല്ല. എപ്പോഴാണ് ഇനി മേലിൽ അവൻ തെറ്റ് ചെയ്യില്ല, വചനവിരുദ്ധമായി ജീവിക്കില്ല, വിട്ടുപോകില്ല എന്നുകൂടെ കാണുന്ന സമയത്ത് ബാക്കി ഉദാഹരണമാണ് ഈ 8-ൽ ആർക്കൊക്കെയോ ലഭിക്കേണ്ടവർക്ക് അപ്പോൾ പരിശുദ്ധാത്മാവ് കൊടുക്കും. കാര്യം എന്താ? തെരഞ്ഞെടുത്ത് കഴിഞ്ഞു. വിളിക്കപ്പെട്ടവർ അനേകർ, തെരഞ്ഞെടുക്കപ്പെടുന്നവരെ ചുരുക്കം. അടുത്ത് തേജസ്കരിക്കപ്പെടുന്നത് അതിലേറെ ചുരുക്കം. ഇപ്പൊ തേജസ്കരിക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്. അതിൽ ലാസ്റ്റ് ചെല്ലുമ്പോൾ ഒന്നുകിൽ ഇവർ ഈ 10 പേരും മരണപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ 4-5 പേർ മരണപ്പെട്ടു പോവുകയും ബാക്കി ജീവിച്ചിരിക്കുമ്പോൾ യേശുക്രിസ്തു വരുന്ന സമയത്ത് മണവാട്ടിയാണെങ്കിൽ പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടുകൂടെ രൂപാന്തരപ്പെടും. പിന്നെ മരണമില്ല, രണ്ടാം മരണത്തിൽ കാര്യമില്ല. ഒരു മരണം കഴിഞ്ഞു. സ്നാന സമയത്ത് യേശു ക്രിസ്തുവിനോട് കൂടെ പാപസംബന്ധമായി മരിച്ചു. നീതിക്ക് ക്രിസ്തു ദൈവത്തിന്റെ മഹത്വത്തിന് ജീവിക്കുന്നത് പോലെ നാം ജീവിക്കുമ്പോൾ കർത്താവിന്റെ വരവിൽ ജീവിച്ചിരുന്ന് രൂപാന്തരപ്പെട്ട് എടുക്കപ്പെടും. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ 10 കന്യകമാരെ കുറിച്ച് പറയുന്നത് ആ 10 പേരും കന്യകയായിരുന്നു. പക്ഷെ അതിൽ കർത്താവ് 5 പേരുമായിട്ട് അകത്ത് കയറി വാതിലടച്ചു. അതാണ് വിശുദ്ധന്മാർ. അകത്ത് പോയി. ബാക്കിയുള്ളവരെ തള്ളപ്പെട്ടു. അവർ ആ കാലഗതിക്കനുസരിച്ച് ജീവിക്കുമ്പോൾ തന്നെ പീഡ, ലോകം എന്ന് പറയുന്ന കർത്താവിന്റെ ശരീരത്തിൽ നടക്കുന്ന മുഴുവൻ ലോകത്തിന്റെ പീഡയാണ്, ശിക്ഷ. അതിന്റെ ശിക്ഷാവിധി ശരീരത്തിൽ നടക്കുന്ന സമയത്തിന് മുമ്പായിട്ട് 5 പേരെ കർത്താവ് മണവാട്ടിയായിട്ട് തെരഞ്ഞെടുത്തു. വാതിൽ ക്ലോസ് ചെയ്തു. ബാക്കി പേർ തള്ളപ്പെടുന്ന സമയത്താണ് ക്രൂശിലെ പീഡ. അപ്പോൾ മണവാട്ടി ഒരിക്കലും പീഡയിൽ കടന്നു പോകില്ല എന്ന് തന്നെയാണ് വ്യക്തമായി പറയുന്നത്. അതാണ് നമ്മൾ പഠിച്ചത്. സൂര്യന് കീഴെ പുതിയതായി ഒന്നും സംഭവിക്കുന്നില്ല. മുൻപ് എന്ത് സംഭവിച്ചുവോ അത് തന്നെ സംഭവിക്കുള്ളൂ. അപ്പൊ ഇപ്പോൾ നമുക്ക് നോക്കിയേക്കാം. ഇനിയുണ്ട് ഉദാഹരണങ്ങൾ. ഞാൻ 1-2 ഉദാഹരണം മാത്രമേ എടുത്തുള്ളൂ. ഇവിടെ പറയുന്നത് മുഴുവൻ ഏലിയാവിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ആ ദാരിദ്ര്യം ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ കർത്താവ് ജനത്തെ എടുക്കും. അതിനുശേഷം നീതിമാൻ പ്രയാസേന ദൈവരാജ്യം പ്രാപിക്കും, മറ്റവരോ എന്നേക്കുമായി തള്ളപ്പെട്ടു പോകും. ഓക്കെ, കർത്താവ് ഈ വിഷയം നമ്മൾ എടുത്തു. കർത്താവ് വന്ന് മണവാട്ടി ചേർത്ത് കഴിഞ്ഞാൽ ഇനി 7 വർഷമുണ്ടെന്നാണ് എല്ലാവരും പഠിപ്പിക്കുന്നത്. തെറ്റാണ്. 3.5 വർഷമേ ഉള്ളൂ. നമ്മളോട് പഠിപ്പിച്ചതാണ്. ഇനി 15 മിനിറ്റേ ഉള്ളൂ. നമുക്ക് ഒരു വിഷയങ്ങൾ എടുക്കാം. കുറെ വിഷയം നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എടുക്കേണ്ടത് 1 തെസ്സലോനിയ 4:16. 1 തെസ്സലോനിയ 4:16. കർത്താവ് താൻ ഗംഭീരനാഥം, പ്രധാന ദൈവദൂഷണം, ദൈവത്തിന്റെ കാഹളം. ഇത് 3 സമയത്ത് നടക്കുന്ന കാര്യമാണ്, ഒരു സമയത്തല്ല. കണ്ണിമയ്ക്കുന്നതിൽ നടക്കുന്നത് രൂപാന്തരം മാത്രമേ ഉള്ളൂ. അത് നമുക്ക് അടുത്ത ആഴ്ചയിൽ കുറച്ച് കൂടുതൽ പറയേണ്ടതുണ്ട്. പഴയ നിയമത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്കത് അടുത്ത ആഴ്ച എടുക്കാം. ഇത് തന്നെ ഏതെങ്കിലും ചെറിയ വിഷയങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ 11:30 ഇത് കേട്ടിട്ട് ആർക്കെങ്കിലും ഗുണം ചെയ്തോ? മനസ്സിലായോ? സഭകൾ പഠിപ്പിക്കുന്ന തെറ്റായെന്ന് പറയാൻ കാരണം ഒരു വചനം തെറ്റായുള്ളതാണ് ഇന്നുവരെയും മരണം കടന്നു വരുന്നെങ്കിൽ ദൈവസഭ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സഭകളിൽ പഠിപ്പിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ദൈവിക വെളിപ്പാട് ഇത് എനിക്ക് വെളിപ്പെട്ടതല്ല. വില്യം മരിയം ബ്രൻഹാം എന്നൊരു വ്യക്തി ഇപ്പം പെന്തക്കോസിനെ വിളിച്ചു കൂട്ടിയത് ആർക്കാണെന്ന് പെന്തക്കോസുകാർക്ക് അറിയില്ല. ഇംഗ്ലണ്ടിലുള്ള ജോൺ വെസ്ലി എന്നൊരു വ്യക്തിയാണ്. അയാൾ പട്ടാളക്കാരൻ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അയാൾ സാധാരണഗതിയിൽ ജീവിക്കുമ്പോൾ ദൈവം ആ മനുഷ്യനെ തെരഞ്ഞെടുത്തിട്ട് അപ്പോസ്തലന്മാരെ അപ്പന്മാരുടെ വിശ്വാസപ്രകാരം മടങ്ങി പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ആ വ്യക്തിയിലൂടെ ബൈബിളിലുള്ള കുറെ മറഞ്ഞു കിടന്ന സത്യങ്ങൾ പഠിപ്പിച്ചു. ആ ജോൺ വെസ്ലിയാണ് പിന്നത്തെ കുറെ പേരെ വിളിച്ചു കൂട്ടി. അപ്പോഴവിടെ യുദ്ധം തുടങ്ങി. ആ നിമിഷം മുതൽ ഇതൊരു കാഹളമാണ്. ദൈവം ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചൊരു കാഹളമാണ്, ഞാനല്ല, ദൈവം അറിയിക്കുന്നു. ഇതൊരു കാഹളം. ഈ കാഹളം കേട്ട് നിങ്ങൾ പുറത്തേക്ക് ചെന്ന് പറയുമ്പോൾ അവിടെ ഒരു യുദ്ധം ഉണ്ടാവും. വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും യുദ്ധം ഉണ്ടാവും. പോകരുത്. തെറ്റ്. നമ്മുടെ സഭ പഠിപ്പിക്കുന്ന ഇങ്ങനെയല്ല. സഭ പഠിപ്പിക്കുന്നതല്ല കേൾക്കാനുള്ളത്. ബൈബിളിന്റെ ഉദാഹരണം വേണം. അതാ സഭാപ്രസംഗി. ഉണ്ടാകുവാനുള്ളത് ഉണ്ടായി കഴിഞ്ഞത് ഉണ്ടാകുവാനുള്ളത്, പുതിയതൊന്നുമില്ല. ഓക്കെ, അതുപോലെ എന്താ പറഞ്ഞത്? ഈ തെറ്റായി പഠിപ്പിച്ചിരിക്കുന്നത് നമ്മൾ ചെന്ന് പറയുമ്പോൾ അവിടെ യുദ്ധം ഉണ്ടാവും. കേട്ട് വിശ്വസിക്കുന്നവർക്ക് അവരുടെ ഹൃദയത്തിലാണ് ഉറപ്പ് വരേണ്ടത്. ഈ വന്നിരിക്കുന്ന ബ്രദറ് കുറെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഞാൻ കുറച്ചു കാലം കൊണ്ട് എന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ചിന്തകളെല്ലാം ബ്രദർ വീട്ടിൽ വന്നിട്ട് എന്നോട് പറയാണ്.
ഇപ്പൊ നമ്മളെ ബോർഡ് വെച്ച് സംസാരിച്ചില്ലേ, നിങ്ങൾ സിസ്റ്റം കണ്ടിട്ടില്ല, TV ഒന്നും ഇല്ലാത്ത മൊബൈലില്ലാത്ത കാണാൻ പറ്റില്ല, നമ്മൾ ഇടാം. ഇതെല്ലാം ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ എന്നെ ഓരോരുത്തർ വിളിച്ച് പറയുന്ന കാര്യം ആലോചിച്ചപ്പോഴാണ് അവർ എത്രത്തോളം ആഗ്രഹിച്ചു സത്യം തിരിച്ചറിയാനായിട്ട്. അങ്ങനെ റോമർ 10:9 യേശു തന്നെ കർത്താവ് എന്ന് ചുമ്മാ എഴുതി വെച്ചിരിക്കുന്നു, അങ്ങനെ വിശ്വസിക്കുന്നു. പക്ഷെ സൃഷ്ടികർത്താവാണ് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയായതുകൊണ്ട് ആ കർത്താവായ ദൈവമാണ് ജഡശരീരത്തിൽ വന്നതെല്ലാം തെളിയിച്ചത്. അതുപോലെ യേശു ഇപ്പൊ ഇന്ന് പറഞ്ഞിട്ട് യേശു തന്നെ ക്രിസ്തു വെച്ചാൽ പരിശുദ്ധാത്മ, ഞാൻ പോയി മടങ്ങി വന്ന് എല്ലാ നാളും നിങ്ങളോട് കൂടി ഇരിക്കും, ലോകാവസാനം ഇരിക്കും, നിങ്ങളിൽ ഇരിക്കും. ഇത് യേശു പറയും, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, എന്നാൽ മരണത്തിനായും പറഞ്ഞിട്ടുണ്ട്. ഇത് ദൈവത്തിന്റെ ഒരു ബൈബിളിന്റെ രീതിയാണ്. ഞാൻ ഇനിയിപ്പം TV യിലേക്ക് വേണ്ടി പുതിയൊരു കാര്യം സംസാരിക്കാൻ പോകുന്നു. നമുക്ക് എല്ലാവർക്കും പുതിയൊരു അറിവാ. ലോകം ഞെട്ടാനൊന്നും പോകുന്നില്ല, അത്ര വലിയ സത്യമാണ് പറയാൻ പോകുന്നത്. അത് കേട്ട് ശരിയായി മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ ഈ ഒരൊറ്റ സഭകളിൽ ഇരിക്കില്ല. സ്വർഗത്തിൽ നിന്ന് ലൂസിഫർ ചിന്തിച്ച കാര്യമാണ് ഇന്നും കത്തോലിക്ക മുതൽ പെന്തക്കോസ്തല സഭകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവൻ എന്ത് തീരുമാനിച്ചുവോ, അവനോട് വെട്ടിവീഴ്ത്തിയൊക്കെ ശരി തന്നെ, അവൻ എന്ത് ചിന്തിച്ചുവോ അത് തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ ഇപ്പൊ അടുത്ത് സംസാരിക്കുന്ന തിങ്കളാഴ്ച ഭാവമാണ്, അതൊരു 10 എപ്പിസോഡ് ഇടാൻ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കേൾക്കുമ്പോൾ അപ്പൊ യേശു തന്നെ പരിശുദ്ധാത്മാവ്, അത് പരിശുദ്ധാത്മാവാണ് ഇരിക്കുന്നത്. അതാണ് മഹത്വത്തിന്റെ പ്രത്യാശ. ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. യേശുവിനെ ക്രിസ്തു എന്ന് പഠിപ്പിച്ചുവെന്നും യേശുവാണ് ക്രിസ്തു എന്ന് ഈ പള്ളിക്കാർ മുഴുവൻ പറയും. പക്ഷെ യേശുവാണ് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. എന്തുകൊണ്ടാ? അത് ജഡീകന്മാരാ, പ്രാകൃത സഭയാ, ആത്മീയ കാര്യം അവർക്ക് ഗ്രഹിക്കുന്നില്ല. കർത്താവ് എന്ന് വെച്ചാൽ പിതാവാണ്, പുത്രൻ എന്ന് വെച്ചാൽ യേശുവാണ്, പരിശുദ്ധ ക്രിസ്തുവാണ്. ഇത് ആത്മീയ നാമം. എങ്കിൽ ഇടറിപ്പോകുന്നവരാണ് ഈ സഭകൾ മുഴുവനും. എങ്കിൽ ഇടറാത്തവൻ ഭാഗ്യവാൻ. അതുപോലെ തന്നെ ഇന്ന് ഈ അവസാന ലവോദിക്ക സഭാകാലത്ത് ദൈവം ഉപയോഗിച്ച വില്യം മാരിയ ബ്രൻഹാം, ആ പേര് തന്നെ ഒരു ഇടർച്ചയാണ്. എപ്പോഴും ദൈവം സംസാരിക്കുന്നതിന് മുമ്പ് ഒരു ഇടർച്ചക്കല്ലും തടങ്കൽപ്പാറയും വെച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. അത് തട്ടി വീണു പോകും. നോക്കൂ, യെശയ്യാ പ്രവാചകൻ 34, ഇത് നമുക്ക് പിന്നെ എടുക്കാം. യെശയ്യാ പ്രവാചകൻ 34-ലും 25-ലും പറഞ്ഞ യഹോവ തന്നെ വന്ന് നിങ്ങളെ രക്ഷിക്കുമെന്ന. അവൻ ദൈവം തന്നെ, അവന്റെ നാമം യഹോവ എന്നാകുന്നു എന്ന് പറഞ്ഞു. അടുത്ത വചനം തടങ്കൽ പറയുന്നതാണ് മലാഖി 3:1, അവൻ തന്റെ മന്ദിരത്തിലേക്ക് വരും. അത് തടങ്കൽപ്പാറ അല്ലായിരുന്നു. അവര് പഠിപ്പിച്ചെന്താ? അപ്പൊ നമ്മുടെ യഹോവ രക്ഷകൻ മശിഹ വരുമ്പോൾ അവൻ യെരൂശലേമിൽ വരും. അവിടെയാണ് തെറ്റിപ്പോയത്. മന്ദിരത്തിലേക്ക് വരും എന്ന് പറഞ്ഞപ്പോൾ അന്ന് അവർക്ക് കൊടുത്തിരുന്ന മന്ദിരം യെരൂശലേം ദേവാലയമായിരുന്നു. അവരുടെ ബുദ്ധിമാന്മാർ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചത് അവൻ യെരൂശലേമിൽ വരും. അടുത്ത് വെച്ച തടങ്കൽപ്പാറ ഏതാണ്? അവനെ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. തടങ്കൽപ്പാറയത് യേശു എന്ന നാമം. പിന്നെയോ മന്ദിരത്തിലല്ല വന്നത്, കന്യക ഗർഭിണിയായി ഒരു ശരീരത്തിൽ വന്നപ്പോഴോ പൊട്ടനും വേശ്യയും ചുങ്കക്കാരനും കുരുടനും ഭൂതഗ്രസ്തരും കൂടെയാണ് സഹവാസം. വന്നതാര്? പഴയ നിയമത്തിൽ അവര് വിശ്വസിച്ചായിരുന്നു, യഹോവേ നീ മാത്രം പരിശുദ്ധൻ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് മറച്ചു, 2 കൊണ്ട് പാദം മൂടിയ ആ സാറാഫുകൾ പോലും 24 മണിക്കൂർ പറയുന്ന പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആ പരിശുദ്ധനായ യഹോവയാൽ ദൈവം ഇറങ്ങി വന്നാൽ വേശ്യയുടെ ചുങ്കക്കാരന് പൊട്ടനോട് കഴിയൂ? ദേ തടങ്കൽപ്പാറ. അവരതിൽ തട്ടി ഇടറിപ്പോയി. അത് നോക്കിയപ്പോൾ ആർക്കും മനസ്സിലായില്ല. മനസ്സിലായവന്റെ ഹൃദയത്തിൽ കർത്താവ് ഉണ്ടായിരുന്നു. ആ ഭൂതഗ്രസ്തനായ ഭർത്തിയുമായി വിളിച്ചു പറഞ്ഞു, കർത്താവേ ദാവീദ് പുത്ര, നീ വന്നത് മനുഷ്യപുത്രൻ, പക്ഷെ നീ തന്നെയാണ് കർത്താവെന്നും ഇനി 1000 ആണ്ട് വാഴ്ചയിൽ ഇരിക്കേണ്ട സിംഹാസനത്തിൽ ഇരിക്കേണ്ടത് ദാവീദ് പുത്രൻ നീ തന്നെയാണ്. കണ്ട, വരാൻ പോകുന്നത് കണ്ടതും കണ്ണു പൊട്ടൻ, മുമ്പ് എന്തുണ്ടായിരുന്നു എന്നത് കണ്ടതും കണ്ണുപൊട്ടൻ, ഇപ്പോൾ ഇവൻ ആരാണെന്ന് മനസ്സിലായതും കണ്ണുപൊട്ടൻ. ഇതാണ് യേശു പറഞ്ഞത്, കാണുന്നു എന്ന് പറയുന്നവൻ കാണുന്നില്ല എന്ന് കാണിക്കാനും കാണുന്നില്ല എന്ന് പറയുന്നവൻ കാഴ്ച പ്രാപിച്ചവനാണെന്ന് കാണിക്കാനാണ് യേശു വന്നത്. അത് തന്നെയാണ് ദൈവകൃപയാൽ ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പണ്ഡിതന്മാർ മുഴുവൻ കാണുന്നു എന്ന് പറയാൻ ഒരൊറ്റ എണ്ണം കണ്ടിട്ടില്ല. ഞാൻ ആ എപ്പിസോഡ് സംസാരിച്ച് നിങ്ങൾക്ക് ഇവിടെ ഇട്ടുതരാം. ലൂസിഫർ സ്വർഗത്ത് വെച്ച് എന്ത് ചിന്തിച്ചുവോ അത് തന്നെ പെന്തക്കോസ്ത് സഭ വരെയും ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ദൈവിക വെളിപ്പാടുകൾ അവർക്ക് മുഴുവൻ മറഞ്ഞിരിക്കുന്നത്. ഒരു വചനം വെച്ചിട്ടില്ല, ഒരു 4-5 വചനങ്ങൾ ഉദാഹരണം പറയണം അവൻ ചെയ്ത പ്രവർത്തികൾ ഇന്ന് അവസാനം വരെ ഉള്ളത്. അടുത്ത സമയത്ത് അങ്ങനെ വീട്ടിൽ നിന്ന് കുറെ നോക്കിയിട്ട് കർത്താവ് പെട്ടെന്ന് വരുന്ന കുറെ വചനങ്ങൾ ഞാൻ നോക്കിയപ്പോൾ എല്ലാം ടാലിയായി പോകുന്നു. കർത്താവ് അതിനെല്ലാം നോട്ടാക്കി തയ്യാറാക്കി എടുത്തു. അത് പോയി സംസാരിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ തലങ്കൽ പറയുന്നതാണ് വില്യം മാരിയം ബ്രൻഹാം. അപ്പൊ കത്തോലിക്ക മുതൽ പെന്തക്കോസ്തുള്ള സഭകളെ ആരാണ് വിളിച്ചു കൂട്ടിയതെന്ന് അവർക്കറിയില്ല. പെന്തക്കോസ്ത് വിളിച്ചു കൂട്ടിയത് ആരാണെന്ന് അവർക്കറിയില്ല. കാര്യം എന്താ? അന്ന് ഇങ്ങനെ മീഡിയകളില്ല.
പക്ഷെ ലൂതറൻ സഭയെ വിളിച്ചു കൂട്ടിയതാണെന്ന് അറിയാം. കാര്യം ആ സഭയ്ക്ക് ലൂതറൻ തന്നെ പേരിട്ട് കൊടുത്തു. അതുകൊണ്ട് ആ സഭയിൽ വന്നവർക്കും അവരെ നോക്കി വിമർശിക്കുന്നവർക്കും മനസ്സിലായി ലൂതർ എന്ന വ്യക്തിയാണ് അവരെ വിളിച്ച് പുറത്താക്കിയത്. സഭാകാലങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഒന്നാമത്തെ അപ്പോസ്തലൻ സഭയിൽ പൗലോസാണ് ദൂതൻ. ദൂതൻ മീൻസ് ദൂതനല്ല, ദൈവത്തിന്റെ വലത് കൈയിലെ നക്ഷത്രമാണ്, ഏഞ്ചലാണ് ദൂതൻ. ആ ദൂതൻ പൗലോസിലൂടെ വന്നിട്ടാണ് മെയിൻ വചനങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. ഇവിടെയാണ് ഒരു വിശ്വാസം, ഒരു സ്നാനം, ഒരു കർത്താവ്, ഒരു ആത്മാവ്, ഒരു ഉപദേശം, ഒരു സഭ എന്ന് പഠിപ്പിച്ചത്. ഇതിൽ നിന്നും തെറ്റിയിരിക്കുന്നത് യേശു വിത്ത് വിതച്ചു. ഇവിടെ മൂടുപടം ഇടാതെ യേശു വിത്ത് വിതച്ചു. മൂടുപടം ഇട്ടുകൊണ്ട് ഒരു കറുത്ത മനുഷ്യൻ വന്ന് വിത്ത് വിതച്ചു. കത്തോലിക്ക, മർത്തോമ, CSI, ലൂതറൻ സഭ, പെന്തക്കോസ്, ഇതുവരെയും ആ കിടക്കയാണ്. കാര്യം എന്താ? ഇവിടെയല്ല കൊയ്ത്ത്. കർത്താവ് വരുന്നത് ലവോദിക്ക സഭാകാലത്ത്. യജമാനൻ വരുന്നതിന് മുൻപ് ദൂതന്മാരെ അയച്ചിട്ട്, അത് നമ്മൾ തന്നെയാണ്. നമ്മൾ ശരീരമല്ല, നമ്മുടെ ഉള്ളിൽ ആത്മാവ് സംബന്ധിച്ചാണ്. യഥാർത്ഥ ദൈവാത്മാവാണ് പ്രാപിച്ചതെങ്കിൽ ആ ആത്മാവ് നമ്മെ സുവിശേഷം അറിയിക്കാനായിട്ട് വിളിച്ചോട്ട് പോകും, കൂട്ടിക്കൊണ്ടുപോകും. അപ്പൊ ദൂതന്മാർ മുഖാന്തരം ഗോതമ്പിനെ കളപ്പുരയിലേക്ക് ശേഖരിക്കും. ഈ ദൗത്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സഭകളിൽ തന്നെയാണ് പറയാനുള്ളത്. ഇവിടെ പറയുമ്പോൾ എന്താ? യേശു വിധത്തെ വിത്തിരിക്കുന്നത് ഇവിടെയാണ്. കത്തോലിക്ക മുതൽ പെന്തക്കോസ്തല സഭകളിൽ ഇരിക്കുകയാണ്. നമ്മളൊക്കെ അവിടെ ആയിരുന്നു. ഈ സത്യം കാലത്തികവിൽ ഉള്ള വചനം കേട്ടപ്പോൾ നമുക്കത് മനസ്സിലായി. പിന്നെ നമുക്ക് അവിടുത്തെ പാസ്റ്ററോ പുരോഹിതനോ അവിടുത്തെ ജീവിത രീതിയോ അല്ലെങ്കിൽ അവിടുത്തെ സമ്പത്ത് കൊടുത്തതോ എന്റെ ബന്ധുവോ സ്വന്തമോ ഒന്നുമല്ല നമുക്ക് വലുത് കർത്താവായ യേശു ക്രിസ്തു ആയിരുന്നു. അപ്പോഴും അവിടെ നിന്ന് നമ്മൾ ഇവിടെ കടന്നു വരണമെങ്കിൽ വെളിപ്പാട്, ഇവിടെ പെന്തക്കോസ്തലാണ്, വെളിപ്പാട് പുസ്തകം 3:8 കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്ക് മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അത് ആർക്കും അടച്ചുകൂടാ. ആർക്ക്? നമുക്ക് മാത്രം, വെളിപ്പെട്ടവർക്ക് മാത്രം. ബാക്കി എല്ലാവരും അടക്കുകയാണ്. അതാണ് സോദോമിന്റെ നാളുകൾ പോലെ, നോഹയുടെ കാലം പോലെ എന്ന് പറഞ്ഞു. നോഹയുടെ കാലത്ത് ഒരു വാതിൽ തുറന്നു കൊടുക്കുന്ന ശുശ്രൂഷയാണ് നോഹ ചെയ്തത്. ആ വാതിൽ വഴിയായി കയറുന്നവർക്ക് ജീവൻ പ്രാപിച്ചു. സോദോമിന്റെ കാലത്ത് വാതിൽ അടയ്ക്കുന്ന ശുശ്രൂഷയാണ് ചെയ്തത്. അവർ വായിച്ചു നോക്കുക. സോദോം 2 ദൂതന്മാർ അവിടെ ചെന്നിട്ട് അവരെ തള്ളി അകത്തേക്ക് വെച്ചിട്ട് വാതിൽ അടച്ചു കളഞ്ഞു. ആ ബാലവൃദ്ധൻ ജനവും വാതിൽ കാണാതെ തപ്പി നടന്നു. ആ സുവിശേഷമാണ് കത്തോലിക്ക മുതൽ പെന്തക്കോസ്തൽ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർത്താവായി യേശു ക്രിസ്തു വാതിൽ അടച്ചു കളയുകയാണ്. നമ്മൾ വാതിൽ തുറക്കുന്ന നോഹയുടെ കാലത്തുള്ള സുവിശേഷമാണ് ചെയ്യുന്നത്. ഈ ദൈവജനം ഇവിടെ നിന്ന് വന്നാൽ ഇവിടെ 3:8 പറയുന്നത്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും നീ എന്റെ നാമം നിഷേധിച്ചില്ല. അത് ആരെന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ അവിടെ ഇരുന്നപ്പോഴും ദൈവവചനത്തിന് വേണ്ടി, വെളിപ്പാടിന് വേണ്ടി ഓടി നടക്കുകയായിരുന്നു. അങ്ങനെ ഇവിടെ വരുമ്പോൾ ഒരു വാതിൽ, കർത്താവായ യേശു. ഇവിടെ പാപം, പാപി എന്ന് വെച്ചാൽ ദൈവത്തിന് വിരുദ്ധമായി ജീവിക്കുന്നത്. വചനം ഇതെല്ലാം തെറ്റായി പഠിച്ചിരിക്കുന്നത് പാപമാണ്. ഈ പാപം മോചിക്കണമെങ്കിൽ ഇവിടെ നാം മരിച്ചിരിക്കണം. പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ നാം പാപസംബന്ധമായി മരിക്കുകയും ആ മരിച്ച വ്യക്തിയെ കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ കൊണ്ട് കുഴിച്ചിടും. അത് യേശു ക്രിസ്തുവിനോടുകൂടെ മരിച്ചുകൊണ്ട് നിങ്ങൾ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. അങ്ങനെ പിന്നെ ഈ വാതിൽ വഴിയായി കളപ്പുരയിലേക്ക്, ഇതാണ് പെട്ടകം. നോഹയുടെ കാലം പോലത്തെ ഈ ലവോദിക്ക സഭ ഇത്രയേ ഉള്ളൂ വിശ്വാസി. ലോകത്ത് മുഴുവൻ വിശ്വാസികൾ ക്രിസ്ത്യാനിയുണ്ട്. പക്ഷെ ദൈവം ഇത് പരിശുദ്ധാത്മ വരച്ചു കൊടുത്താണ് കേട്ടോ ബ്രദർ. ഒരു പുരോഹിതനിലൂടെ ഇതെല്ലാം പഠിപ്പിക്കാനിരുന്നതാണ്. എന്റെ ടീച്ചേഴ്സ് പിന്നെ പഠിപ്പിക്കാനിരുന്നതാണ്. ബോർഡ് വെച്ച് അപ്പോഴത്തേക്കും മേനെ തെക്കേൽ ഊഫർസിൻ എന്ന് പറഞ്ഞത് കർത്താവ് വന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ ഇതെല്ലാം വരച്ചു കൊടുത്തിട്ട് അദ്ദേഹം എഴുതിക്കൊണ്ട നോട്ട് വചനങ്ങളും എല്ലാം നോക്കിയപ്പോൾ ടാലിയായി പോകുന്നു. ഓക്കെ, അങ്ങനെ ഉള്ള ചിത്രമാണ്. അപ്പൊ ഈ ലവോദിക്ക സഭ വരുമ്പോൾ ഇവിടെ വാതിൽ കടന്ന് നമ്മൾ ഇവിടെ വന്നു. വാതിൽ ഇടുക്കമുള്ളത് തന്നല്ലോ. ഇനി ഇതിനകത്തുള്ള ഉപദേശം, അതാണ് വഴി, ഞെരുക്കമുള്ളതാണ്. മറ്റ് സഭകൾ പഠിപ്പിക്കും പോലെ എങ്ങനെയും അതാ ഈ വചനം എങ്ങനെയും പറയാം, അങ്ങനെ ആയാലും കുഴപ്പമില്ല, ഇങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ കഠിനമായ ഉപദേശം, അതാണ് വഴി, ഞെരുക്കമുള്ളത്. ഇപ്പൊ ഇത്രയും പേര് ഇരിക്കുന്നു, ഒരുപാട് വന്നു പോയി, പല സഭകളുണ്ട്. ഇത് കഴിഞ്ഞ് ഇത് വഴി എന്താ? ഈ ഉപദേശപ്രകാരം ഞാൻ എന്നെ ജീവിക്കാൻ അനുവദിക്കണം. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞ അനുവദിക്കണം? ഞാൻ ജീവിച്ചാൽ മതി എന്നല്ല പറഞ്ഞത്. അറിയാതെ പറഞ്ഞു, ഞാൻ ശ്രദ്ധിക്കാതെ എന്തിനാ അങ്ങനെ പറഞ്ഞെന്ന്. എന്റെ ഉള്ളിൽ നിന്ന് ക്രിസ്തുവിന്റെ ജീവിതം, എനിക്ക് ജീവിക്കാൻ കഴിയാത്തൊരു ജീവിതം എന്നെ കൊണ്ട് ജീവിപ്പിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. ആ ആത്മാവ് എന്നോട് ഉപദേശിക്കുമ്പോൾ അതിന് ആമേൻ പറഞ്ഞാൽ അത് എന്നെ ജീവിപ്പിച്ച് മറ്റൊരു ക്രിസ്തുവാക്കി ക്രിസ്തുവിന്റെ മുമ്പേ കൊണ്ട് നിർത്തും. നമുക്ക് കഴിയില്ല. നമുക്ക് കഴിയുമെങ്കിൽ ഞാൻ ജീവിക്കാം, നമുക്ക് കഴിയാം. അപ്പൊ എന്നെ ക്രിസ്തുവിന്റെ തേജസ്സോടുകൂടി ഉരുവാക്കുന്ന ഒരു ആത്മാവ് എന്നിൽ വന്നാൽ ഞാൻ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും പാപമെങ്കിൽ, അല്ലെങ്കിൽ വസ്ത്രധാരണമോ ലോകത്തിന്റെ രീതിയോ എന്തും പാപമെങ്കിൽ എനിക്ക് ബോധം തന്നാൽ അതിനെ ജീവിക്കാൻ വേണ്ടി ഞാൻ അനുവാദം കൊടുത്താൽ എന്നെ അത് ജീവിപ്പിച്ച് മറ്റൊരു ക്രിസ്തുവാക്കി ക്രിസ്തുവിന്റെ മുമ്പിൽ കൊണ്ടുവയ്ക്കും. അതാണ് ഇവിടുത്തെ ഉപദേശം. ആ ഉപദേശമാണ് വഴി, ഞെരുക്കമുള്ളത്. എന്നിട്ട് കർത്താവിന്റെ വരവിൽ, കർത്താവ് മുഖാം ഇന്ന് പാടിയല്ലേ, മേഘാരൂഢനായി വരുമ്പോൾ കർത്താവിനെ സന്ധിക്കുന്നവരോ കണ്ടെത്തുന്നവർ ചുരുക്കം.
വളരെ അത് ഇതിനകത്തുള്ള എല്ലാവരും പോകുന്നു പറയില്ല. ആരാണോ തങ്ങളെ തന്നെ ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കുവാനായി തങ്ങളെ തന്നെ ബന്ധപ്പെടുത്തുന്നത്, അവർ മാത്രമേ കർത്താവിനെ കാണുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ഇതെല്ലാം എഴുതിയിട്ട് ഒരുപാട് എന്നെ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ആലോചിച്ചു, കർത്താവേ, ഞാൻ ഇടയ്ക്ക് ആലോചിച്ചു, വീണ എന്നെ തിരുത്തുകയും ചെയ്തു. ഞാൻ ആലോചിച്ചു, കർത്താവേ, എനിക്ക് ഇസ്രായേൽ പോകാൻ പറ്റിയെങ്കിൽ, യഹൂദന്മാർ ഇതൊന്നും അറിഞ്ഞിരുന്നെങ്കിൽ, ഈ ജനം മുഴുവൻ ഇത് അറിഞ്ഞ് ഒരുപാട് വിളിക്കുന്നുണ്ട്. എല്ലാം പാറപ്പുറത്തെ മുള്ളിനിടയിലും വഴിയരികിലും വീഴുന്നാല് കേട്ടു. പാസ്റ്ററെ, ഇന്ന് രാവിലെ വിളിച്ച ഒരാള് ഇവിടെ അടൂരിൽ നിന്ന് വിളിച്ചു, രാവിലെ വിളിച്ചു. 2 ദിവസം മുമ്പ് രാത്രി 12 മണിക്ക് ഒരാൾ വിളിച്ചു. വലിയ സന്തോഷം, ഞാൻ സംസാരിച്ചു. പക്ഷെ എല്ലാം ഇടറിപ്പോകുന്നു. അപ്പൊ ഞാൻ ആലോചിക്കണം, ഈ ജാതിയിൽപ്പെട്ടവർക്ക് അറിയിച്ചിട്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ചിന്തിച്ച കാര്യം തന്നെ, ഈ പെന്തക്കോസ്ത് മാർത്തോമാ കത്തോലിക്ക ഇവിടെയൊക്കെ എത്ര വലിയ ഭക്തന്മാരിയ്ക്കുന്നു നോക്ക്. ആഴ്ചയിൽ 3 ദിവസം ഉപവാസ പ്രാർത്ഥന, എത്രയോ മണിക്കൂർ പ്രാർത്ഥിക്കുന്നു, കർത്താവിന് വേണ്ടി ഓടി നടക്കുകയാണ്. അവരൊക്കെ ഈ സത്യമെന്ന് അറിഞ്ഞാൽ, ഓ കർത്താവ് എന്നാലോചിച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞതിൽ വെച്ചിരിക്കുന്നത്. എനിക്ക് ഈ ബ്രദർ രാവിലെ കുറെ കാര്യങ്ങൾ പറഞ്ഞത് എല്ലാം വളരെ കൃത്യമായ കാര്യം. നമ്മളെ എത്ര തന്നെ വാദം തുറന്നു കൊടുത്ത് അവരെ ഗ്രഹിപ്പിക്കാന്ന് ചോദിച്ചാലും ഗ്രഹിക്കില്ല. കാര്യം അവരെ ജ്ഞാനത്തിലാണ് കേൾക്കുന്നത്, അവിടെ അടച്ചു കളയും ദൈവം. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച്, ഈ ജനം ഒന്നും കേൾക്കുന്നില്ല. കർത്താവെ, എനിക്ക് ഇസ്രായേലിട്ട് പോകാൻ പറ്റിയെങ്കിൽ ഇതുപോലെ ഒരു ബോർഡ് വെച്ച് സംസാരിക്കുമ്പോൾ കുറെ ജനം വന്നുകൂടും. ഈ ജനമെല്ലാം വന്നുകൂടുമ്പോ, ഇത്രയും കാലം വെളിപ്പെടാതിരുന്ന സത്യം വിളിച്ചു പറയാം, എവിടെ നിന്നോ ഒരുവൻ വന്നിരിക്കുന്നു, യഹൂദനല്ലാതെ. ഞാനിങ്ങനെ ആലോചിച്ച് ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞു പോയി. അപ്പോഴാണ് ഈ ബ്രദർ വീട്ടിൽ വന്നു. ഈ ബ്രദർ അതുപോലെ ഇതെല്ലാം കേട്ടിട്ട് വന്നു, ഞാൻ ഇതാ ഇപ്പൊ വരുന്നു. ഇതുവരെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറയും, എനിക്ക് ഇപ്പൊ തന്നെ കാണണം ഇത്. ഞാൻ ഒരു എപ്പിസോഡ് കണ്ടിട്ട് 1 എപ്പിസോഡ് ഞാൻ വരുന്നു. വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ കുറെ ദിവസം ചിന്തിച്ചതെല്ലാം തന്നെ ബ്രദർ എന്നോട്, ഇതൊക്കെ യഹൂദന്മാരുടെ ഇടയിലൊന്നും അറിഞ്ഞെങ്കിലുള്ള അത് പറയുമ്പോൾ ബ്രദറിന്റെ എക്സ്പ്രഷൻ ഞാൻ കണ്ടു. അപ്പോഴാണ് കർത്താവേ, ദാഹമാണ്. ബ്രദർ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞ ശേഷം ഞാനിത് പറഞ്ഞു. അപ്പോഴാണ് ബീനിനോട് പറയണം, ചേട്ടൻ പോയി പറഞ്ഞാലും അവർ കേൾക്കൂല. കാര്യം അവരുടെ 2 പേരെ എഴുന്നേൽപ്പിക്കുന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അവർ വന്ന് പറയുന്നവരെ ഹൃദയം അടച്ചിരിക്കുകയാണ്. ഈ നമ്മുടെ ഈ പ്രവാചകൻ വില്യന്മാരെ പറഞ്ഞ ദൈവം ഉപയോഗിച്ച ഈ മനുഷ്യൻ തന്നെ ഒരിക്കലും ഇങ്ങനെ ജനങ്ങളെല്ലാം കൂടെ പറഞ്ഞു, അപ്പൊ നീ ഈ സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞല്ലോ, നീ യെരുശലേമിലേക്ക് പോ, അവിടെ ഉപയോഗിക്കുന്നത് നിന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. ജനങ്ങളെല്ലാം പറഞ്ഞു കേട്ടിട്ട് ഇദ്ദേഹം കയറി ഫ്ലൈറ്റ് എടുത്ത് ടർക്കിയിൽ എവിടെ ചെന്നിറങ്ങിയിട്ട് അടുത്ത് വേറൊരു വിമാനത്തിൽ കയറി പോകാൻ പറഞ്ഞു. കർത്താവ് പറഞ്ഞു, നീ വിമാനത്തിൽ താഴെ ഇറങ്ങാൻ പറഞ്ഞു. താഴെ ഇറങ്ങാൻ പറഞ്ഞിട്ട് വിമാനങ്ങളൊക്കെ നന്നാക്കുന്ന ഒരു ടെന്റിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പറഞ്ഞു, നിന്നെ അല്ല ഞാൻ അവിടെ വേണ്ടി വെച്ചിരിക്കുന്നത്, അവിടെ വെച്ചിരിക്കുന്നത് വേറെ 2 പേരെ വെച്ചിരിക്കുന്നത്, നീ തിരിച്ചു പോകാൻ പറഞ്ഞു. അതേ, തിരിച്ചുപോയി. അതുകൊണ്ട് ബ്രദർ, നമ്മൾ എന്ന് പറഞ്ഞാൽ അവർ കേൾക്കില്ല. അവർക്ക് വേണ്ടി ദൈവം 2 പേരെ നിയമിച്ചിട്ടുണ്ട്. രട്ടൊടുത്തും കൊണ്ട് 2 പേർ 1260 ദിവസം, അതായത് 3.5 വർഷം അവരോട് സംസാരിക്കും. അവർ പറയും. എന്നാൽ ഇതിനിടയിൽ കുറച്ചൊരു വിശ്വസിക്കുന്നു കേട്ടോ. പക്ഷെ അതെനിക്കറിയാം, നമ്മൾ ഹെവൻലി ബീച്ച് ഇരിക്കുന്ന സമയത്ത് അവിടെയാണ് ഒരുപാട് വന്ന് സ്ഥാനപ്പെട്ടത്. ഒരുപാട് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നുണ്ട് പല ആൾക്കാർ. പക്ഷെ അവർ തെറ്റിപ്പോവുകയാണ്. പക്ഷെ 2 പേര് വന്ന് സംസാരിക്കുമ്പോഴേ അവർ അറിയുള്ളൂ, യഹോവയായ കർത്താവ് തന്നെയാണ് ഈ യേശുക്രിസ്തു എന്ന്. ഇന്ന് ഇവരെ മാനസാന്തരപ്പെടുത്താൻ പോകുന്നവർ പറയുന്നത് യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം അത് വേറെ ഇത് വേറെ എന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അവരും തെറ്റിൽ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം ആഗ്രഹിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എങ്കിലും പറയണം കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല, പറയണം. കാര്യം എന്താ, അറിയാതെ ന്യായം വിധിക്കാൻ പറ്റില്ല. നമ്മളെ കർത്താവ് വിളിച്ചത് നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവ് വന്നെങ്കിൽ ശക്തി ധരിച്ച ഞാൻ ഇടയ്ക്ക് എടുക്കാം. ഉപവാസമൊക്കെ ആർക്കാണ് വെച്ചിരിക്കുന്നത് അറിയാമോ? ശക്തി ഇല്ലാത്തവർക്കാണ് ഉപവാസം. അവർ മാളിക മുറിയിൽ കൂടിയിരുന്ന് ശക്തി ധരിച്ചാൽ പിന്നെ ഇറങ്ങി പുറപ്പെടണം. ഈ പെന്തക്കോസ്ത് കത്തോലിക്ക മാർത്തോമ എല്ലാ ദിവസവും ആഴ്ച ഉപവാസം ശക്തി ലഭിച്ചാൽ അത് പറയാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടണം. ശക്തി കുറയുന്നെങ്കിൽ വന്നിരിക്കും, ഉപവാസിക്കും, പ്രാർത്ഥിക്കും, ശക്തി ധരിക്കും, വീണ്ടും ഇറങ്ങി പോകും. ഇത് ആഹാരവും വെടിഞ്ഞ് അതെന്ന് രാവിലെ ഒരു ബ്രദർ വിളിച്ചു. അദ്ദേഹം അതൊക്കെ സമ്മതിച്ചു. മൊത്തമായി പോകുന്ന ആളാ. കൊലോസ്യർ 2 ആഴ്ചകളെ അധികാരം സർവ്വായുധവർഗം കീഴ്വെപ്പിച്ചുകൊണ്ട് അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾ, വാവ്, ശബത്ത് ഈ വക നിമിത്തം നിങ്ങളെ ആരും ശിക്ഷ വിധിക്കരുത്. ഇതെല്ലാം ഉപയോഗത്തെ നശിച്ചു പോകുന്നവരെ വെറുതെ തീർക്കുന്ന ശരീരത്തിന് പേർ പറയാൻ മാത്രമേ ഉള്ളൂ. തലയായവനിൽ മുറുകെ പിടിക്കുക കർത്താവ്. ഇത് ശരീരം എന്നതോ ചീർത്തു പോകുന്നതാ. നാം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമല്ലോ, അത് വിശുദ്ധി ഉള്ളതാ. പിന്നെ ആ ക്രിസ്തുവുമായി ഒരു ക്രിസ്തു വിശ്വാസിക്ക് എപ്പോഴും ഓരോ സെക്കൻഡ് ഉപവാസമാണ്. അവൻ ഇൻ ജീസസ് ക്രൈസ്റ്റ്, ക്രിസ്തുവിനോടുകൂടെ ചേർന്ന് ജീവിക്കുന്ന ആ വാസമാണ് ഉപവാസം, ഉപനോടുകൂടി വസിക്കുന്നത്. ഇനി ശക്തി പോയാൽ നിങ്ങൾ അപ്പോഴും ആഹാരം വഴിയാണെന്ന് ഞാൻ പറയില്ല. ആഹാരം പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നത് നമുക്ക് ആഹാരം കഴിക്കില്ല. ആ സമയത്ത് നിങ്ങൾ ആയിക്കൊള്ളുക, കർത്താവിനോടുകൂടെ ചേർന്നിരിക്കുക. ഇതാണ് ഉപവാസം. ഓക്കെ, അപ്പൊ അങ്ങനെ ആ ബ്രദർ വന്നു. ഇന്ന് ആദ്യം സഭയിൽ വന്നതാണ്. ഇനിയിപ്പോ 31-ാം തീയതി സ്നാനം. വേറെ 1-2 ടീച്ചർ വരും പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം കൂടെ 31-ാം തീയതി പകല് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം രാവിലെ വരണം ബ്രദർ. രാവിലെ വന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. കാര്യം വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്നാണ്.
ബ്രദർ വചനം കേട്ട് എല്ലാം ശരിയാണ്. പക്ഷെ സ്നാനപ്പെടുത്തുന്ന പുരോഹിതൻ ചില കാര്യങ്ങൾ പറഞ്ഞു തരേണ്ടതുണ്ട്. അതിനുശേഷം ഒരു പ്രയർ ഉണ്ട്. ആ പ്രാർത്ഥനാ സമയം, അതിനു മുമ്പ് നമ്മൾ പലത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ആ സമയത്ത് തന്നെ ഓരോ ഭാഗമായിട്ട് മരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് നാം കർത്താവിന് പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ പൂർണ്ണമായും പാപസംബന്ധമായി റോമർ 6 പറയുന്ന പോലെ അവനോടുകൂടെ മരിച്ചു. പിന്നെ ഇനി നമുക്ക് ആ ശരീരത്തിൽ ജീവിക്കാൻ പറ്റില്ല. ആ ശരീരത്തെ കൊണ്ട് യേശു ക്രിസ്തു മരിച്ചു, അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. അതാണ് കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ പാപമോചന സ്നാനം. ക്ലാസ്സുകളിൽ രാവിലെ 31-ാം തീയതി. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ സഭകളും തെറ്റായി പഠിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ എടുക്കേണ്ട ആവശ്യം. പിന്നെ തിരിഞ്ഞു പോയിട്ട് ഈ ഉപദേശവും രണ്ടും കൂടെ ആകാനും പാടില്ല. ഓക്കെ, കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എഴുന്നേൽക്കാം. ഇനിയുള്ള പ്രയറാണ് ആരാധന. ആദ്യത്തത് നമ്മുടെ കൈയടിച്ച് പാടുന്നത്, അത് സ്തുതിക്കുന്നതാണ്, ദൈവത്തെ സ്തുതിക്കുന്നത്. ആ സ്തുതി കഴിഞ്ഞിട്ട് വചനം വായിച്ച് നമുക്ക് വേണ്ടുന്ന മന്ന ആണ് നമുക്ക് ലഭിച്ചത്. ഞാൻ അങ്ങനെ അല്ലെങ്കിൽ ആ വചനം പോലെ ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഒരുങ്ങാൻ, തന്നെത്താൻ ചെത്തി വെടിപ്പാക്കാൻ. തന്നെത്താൻ നമ്മൾ വാക്ക് ഉപയോഗിക്കണം. നമുക്ക് ചെത്തി വെടിപ്പാക്കാനൊന്നും പറ്റില്ല. ഈ ബൈബിളൊക്കെ പണ്ടേ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. നമുക്കൊന്നും മനസ്സിലായില്ല. ദൈവകൃപയാൽ പരിശുദ്ധാത്മാവാണ് ചെയ്തെടുക്കുന്നത്. അതിലേക്ക് വേണ്ടി നാം നമ്മെ സറണ്ടറാണ്. അതാണ് ഈ ആരാധന. എന്നെ കണ്ണടയ്ക്കാം. എന്നെ ക്രിസ്തുവിന് വിട്ടുകൊടുക്കുകയാണ്. ദൈവ ഇഷ്ടപ്രകാരം ഒരു കുശവന്റെ കയ്യിലെ കണ്ണടച്ചില്ല, ഒരു കുശവന്റെ കയ്യിലെ കളിമണ്ണെന്ന പോലെ ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കുകയാണ്. അവൻ അതിനെ ഉടച്ചു വാർക്കും. അപ്പോൾ വേദന ഉണ്ടാവും. എൻ്റെ പല ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ആയിരിക്കാം. പുതിയൊരു വർഷം വരാൻ പോകുന്നു. ഓരോ വർഷവും വന്ന് പുതിയ തീരുമാനം എടുത്തിട്ട് അടുത്ത ദിവസം തന്നെ അത് ഇട്ട് പൊട്ടിക്കുന്നതിനേറ്റല്ല. ഇതുവരെയും അങ്ങനെ ആയിപ്പോയി എങ്കിൽ ഇനി ജീവന്റെ പുതുക്കത്തിൽ ക്രിസ്തുവിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നതിന് ഒരു കളിമണ്ണെന്ന പോലെ കൊടുത്തു കഴിഞ്ഞാൽ അതാണ് വഴി ഞെരുക്കമുള്ളത്. ആ ഉപദേശം കഠിനമാണ്, അത് മുറിവേൽക്കും, വേദന ഉള്ളതാണ്. എങ്കിലും കർത്താവ് മെനയുന്നവന്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ കർത്താവ് മെനയും. അതാകുന്നു ആരാധന. അത് ഓരോ ദിവസവും ദൈവവചനം കേട്ടതിന് ശേഷം അവസാനം നാം എന്നെ തന്നെ സമർപ്പിക്കുന്ന ആ സമർപ്പണമാണ് ആരാധന. നാം പൂർണ്ണ ഹൃദയത്തോടുകൂടെ, കർത്താവ് നമ്മുടെ ശബ്ദമല്ല, ആമേൻ ഹല്ലേലൂയ അല്ല, ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നല്ല, എൻ്റെ ദൈവഹിത പ്രകാരം, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം കർത്താവിനെ എന്നെ പണിഞ്ഞ് കർത്താവിന്റെ മറ്റൊരു ക്രിസ്തുവായി എന്നെ രൂപാന്തരപ്പെടുത്തുവാൻ ബദ്ധനായി കാത്തു നിൽക്കുന്ന ആ കർത്താവ് വേണ്ടി ഞാൻ എന്നെ വിട്ടുകൊടുക്കുമെങ്കിൽ ആ കർത്താവ് എന്നെ ഒരുക്കും. അതിനുവേണ്ടി ഞാൻ ആദ്യം എന്നെ സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് ഐ സറണ്ടർ ആൾ. അവിടെയാണ് കർത്താവ് മനയുന്നത്. അല്ല, എൻ്റെ ആ ഹൃദയത്തിന്റെ ദാഹം കർത്താവ് മാനിക്കും. അത് ശരിയായതാണോ എങ്കിൽ കർത്താവ് പണിയും. കരങ്ങളെ കർത്താവ്, കരുണയുള്ള കർത്താവെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്ന് കേട്ട തിരുവചന പ്രകാരം ലോകസഭകളെല്ലാം ദൈവസഭയാണെന്നും കർത്താവ് വന്നാൽ പോകുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് തെറ്റായ മന്നയാണ്. അത് ശരിയായ ആത്മാവാണ് എങ്കിൽ അത് പ്രാവാണ്, വിശുദ്ധിയുള്ളതാണ്. അതിന് ശരിയായ ആഹാരം മാത്രമേ ദഹിക്കുകയുള്ളൂ. ഇല്ല എങ്കിൽ അത് വർജിച്ചു കളയും. അങ്ങനെ ഒരു ആത്മാവില്ലാത്തത് കൊണ്ടാണ് അവർക്കത് മനസ്സിലാകാത്തത്. എന്നാൽ അവരുടെ ഇടയിൽ തന്നെ നാം ആയിരുന്നു കർത്താവെ. അവിടെ ആയിരിക്കുമ്പോഴും ശരിയായത് അന്വേഷിക്കാൻ ഓടി നടന്നത് നമ്മളല്ല. നമ്മുടെ ഉള്ളിൽ മുൻകുറിക്കപ്പെട്ടവരുടെ ഉള്ളിൽ ദൈവം വചിച്ച വചനം എന്ന വിത്താകുന്നു. അതിന് ശരിയായ ഉപദേശവും ശരിയായ വചനവും വെളിപ്പാടും അല്ലാതെ അതിന് ദഹിക്കുകയില്ല. അതാകുന്നു നമ്മെ ഓടിച്ചുകൊണ്ടേയിരുന്നത്. ഒരു ഗർഭിണി അവളുടെ വളർച്ചയുടെ പൂർത്തീകരണത്തിന്, കുഞ്ഞിന്റെ വളർച്ചയുടെ ആവശ്യത്തിനായി ഒരാഹാരം പുറത്തേക്ക് ചോദിച്ച് കഴിക്കുന്നത് പോലെ എൻ്റെ ഉള്ളിൽ ആവുന്ന ദൈവവചനം എന്ന വിത്ത് അതിന്റെ അകത്തെ മനുഷ്യന് ശരിയായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ശരിയായ വെളിപ്പാടിനായി ദാഹിക്കുകയും ഓടി നടക്കുകയുമായിരുന്നു. ഇപ്പോൾ ശരിയായത് ലഭിച്ചെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഓരോ വചനത്തിന്റെയും തെറ്റായ വ്യാഖ്യാനം വിട്ടുകളഞ്ഞിട്ട് ശരിയായതിലേക്ക് നാം മുറുകെ പറ്റുന്നുണ്ട്. അത് ദൈവം തന്നെ തന്റെ മണവാട്ടിക്കായുള്ള ആഹാരം ഒരുക്കി. നോഹയുടെ കാലത്ത് നോഹയിലൂടെ കർത്താവ് ഒരുക്കിയതുപോലെ അത് കർത്താവ് തന്നെ ഒരുക്കിയതാകുന്നു. ഇല്ലെങ്കിൽ അത് കേടായി പോകും. 1 വർഷത്തോളമുള്ള ജീവജാലങ്ങളുടെ സകല ആഹാരവും അവിടെ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത് മുഴുവൻ കർത്താവ് തന്നെ. കാരണം നോഹ തങ്ങളെ തന്നെ വിട്ടുകൊടുത്തു. അതുകൊണ്ട് ദൈവത്തിന് പണിയാൻ കഴിഞ്ഞു. അതുപോലെ ഇപ്പോൾ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കരുണയുള്ള കർത്താവേ, നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നു. ഐ സറണ്ടർ ആൾ. എൻ്റെ ജ്ഞാനമല്ല, എൻ്റെ പ്രായമല്ല, എൻ്റെ ബുദ്ധിയല്ല, എൻ്റെ ഓർമ്മക്കുറവല്ല, ഒന്നുമല്ല. അസാധ്യതകളെ സാധ്യമാക്കുന്നവൻ കർത്താവായ യേശു ക്രിസ്തു. കർത്താവിന്റെ വചനപ്രകാരം ഞാൻ എന്നെ തന്നെ വിട്ടുതരുന്നു കർത്താവേ. അങ്ങ് പണിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കുശവന്റെ കയ്യിലെ കളിമണ്ണെന്ന പോലെ ഞാൻ എന്നെ തരുന്നു കർത്താവേ. അടിച്ചു നുറുക്കി അങ്ങയുടെ ഇഷ്ടപ്രകാരം പണിയണമേ. അത് വേദന ഉളവാക്കുന്നതാണ്, രക്തം വിടുന്നതാണെങ്കിലും വഴി ഞെരുക്കമുള്ളതാകുന്നു, അത് ശരീരത്തിന് മുറിവേൽക്കുന്നതാണെങ്കിലും കർത്താവെ അതിനുശേഷം തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് മറ്റൊരു ക്രിസ്തുവായി ശോഭിപ്പാൻ അങ്ങ് തന്നെ ഒരു സ്വർണം അടിച്ച് ലെവലാക്കി അതിന്റെ തേജസ് ഉള്ളതാക്കി തീർക്കുന്നത് പോലെ ഞാൻ എന്നെ സമർപ്പിക്കുന്നു കർത്താവെ. അങ്ങയുടെ വചനത്താൽ എന്നെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ, ദൈവിക വെളിപ്പാടിൽ നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും പിതാവ് വെട്ടി തീയിലിടുമെന്ന എന്നിൽ എന്ന് പറഞ്ഞതുകൊണ്ട്, പിതാവ് എന്ന് പറഞ്ഞതുകൊണ്ട് വേറെയല്ല. എന്നിൽ നമ്മൾ ഉദ്ദേശിച്ച ദൈവസഭ, ആ ദൈവസഭയുടെ ഭാഗമായി തേജസ്സുള്ള ആ ശരീരം, ക്രിസ്തു എന്ന തലയാകുന്നതിന്റെ ശരീരം, അതിനോടുകൂടെ ഒരു മാലിന്യവും പറ്റിച്ചേരാൻ പറ്റില്ല. അതിൽ പെടാതെ മാറി നിൽക്കുന്നുവെങ്കിൽ അത് പിതാവ്
നാവ് വെട്ടി തീയിലിടുക തന്നെ ചെയ്യും. വിശ്വാസ സ്നാനം സ്വീകരിച്ച ശരീരത്തിന്റെ ഭാഗമായാൽ പിന്നെ ദിനം പ്രതി എത്തിവെടിപ്പാക്കി നാം നമ്മെ തന്നെ ക്രിസ്തു നിമിത്തം വിശുദ്ധീകരിച്ചുകൊണ്ട് ക്രിസ്തേശ്വര ഭാവത്തോടുകൂടി, ക്രിസ്തുവിന്റെ പത്രങ്ങളായി ക്രിസ്തേശ്വര മനോഭാവത്തോടുകൂടി മറ്റുള്ളവർക്ക് മുമ്പിൽ ജീവിക്കുമ്പോൾ അവർ പറയും, ഇന്നലെ വരെ കണ്ടതുപോലെ അല്ല, ഇപ്പോൾ ഒരു വ്യത്യാസം കാണുന്നു. എന്താണെന്ന് അറിയില്ല, ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ അടുക്കൽ വരണമെന്നും നിങ്ങളോട് സംസാരിക്കണമെന്നും ഒക്കെ തോന്നുന്നു. അതാ കർത്താവ് പറഞ്ഞത്, വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ, അഭിഷേകം പുറപ്പെടും. അത് മറ്റുള്ളവരെ ആകർഷിക്കും. കാരണമുള്ള കർത്താവേ, നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നു. ദൈവഹിത പ്രകാരം പണിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സകല പാപങ്ങളും ചിന്താകുലങ്ങളും ഒക്കെയും പലപ്പോഴും തെറ്റിപ്പോകുന്നതാവുന്നു. കർത്താവ് യേശുവെ അങ്ങ് പണിയണമേ, ദൈവഹിത പ്രകാരം പണിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനോ കുറയണം, അങ്ങോ വളരണം. കരുണയുള്ള കർത്താവേ, വചനം മെസ്സേജ് കർത്താവ് ലോകത്തിന് കൊടുക്കാനുള്ളതാണ്, കുഴിച്ചിടുവാനുള്ളതല്ല. ശരിയായത് മറ്റോട് പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ വരവ് വരെയും കർത്താവ് അതിനാണ് താമസിപ്പിക്കുന്നത്. നമുക്ക് മുമ്പേ സന്ദേശം കേട്ട വ്യക്തി ആ ശരിയായ വെളിപ്പാട് കേട്ടിട്ട് കുഴിച്ചിടുകയല്ല ചെയ്തത്. അത് വിനിമയം ചെയ്തത് കൊണ്ടാണ് നമ്മുടെ അടുക്കിലേക്ക് വന്നതും കർത്താവിന് നമ്മെ ഉപയോഗിക്കാൻ കഴിയുന്നതും. അതുപോലെ നാം ഇത് കേട്ടിട്ട് കൊണ്ടൊന്ന് കുഴിച്ചിടുവാനല്ല, മറ്റൊരു വ്യക്തിയെ കർത്താവ് നേടുവാനുണ്ട്. അല്ലെങ്കിൽ കർത്താവ് ചോദിക്കും, മറ്റൊരുവനെ ഉപയോഗിച്ച് ഞാൻ നിന്നെ നേടി, നീ എനിക്ക് വേണ്ടി എത്ര വരെ നേടി, എത്ര അടുത്ത് പോയി എന്ന് കർത്താവ് ചോദിക്കും. അതങ്ങനെ വരാതിരിക്കാൻ കരുണയുള്ള കർത്താവെ, നാം ഇറങ്ങി പുറപ്പെടുമ്പോൾ വചനം പറയുന്നു, നിങ്ങൾ സംസാരിക്കാൻ നിൽക്കുന്ന നാളിൽ ഞാൻ നിങ്ങളുടെ നാവിൽ നൽകാമെന്ന് പറഞ്ഞ കർത്താവെ, വാഗ്ദത്തങ്ങൾ വിശ്വസനം വാക്കുമാറാത്ത കർത്താവെ, നമ്മെ വഴി നടത്തുന്ന മഹാകൃപയ്ക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. ആരാധനയുടെ ആദ്യം തങ്ങളുടെ കൃപയും സാന്നിധ്യം കൂടെ ഇരുന്നാലായി നന്ദി. ആരെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ പ്രതികൂലം ഉണ്ടായിരിക്കില്ല, ഈ കേട്ട ദൈവവചനം അത് പരിശുദ്ധാത്മാ ശക്തിയാകുന്നു. എല്ലാ പ്രതികൂലങ്ങളും നീക്കി ദൈവഹിത പ്രകാരം ഉചിതവുമായിട്ട് അവരെ വഴി നടത്തുന്ന മഹാകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ.